ഹായ് ഹലോ 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 കേൾക്കാമെങ്കിലൊന്ന് യെസ് പറഞ്ഞേ. ഹായ് ഹലോ 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 കാണാമെങ്കിലൊന്ന് യെസ് പറഞ്ഞേ. യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഞാന് യൂട്യൂബിലെ ചാറ്റാണ് നോക്കുന്നത്. സൈലം ആപ്പ് വഴി ഇത് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ, യൂട്യൂബ് ആക്സസ് ഉണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് വന്നാൽ ചാറ്റ് കാണാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. GIBക്ക് മുന്നായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വൺ ഷോട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ GIBക്ക് മാത്രമല്ല, നമ്മുടെ ആക്ച്വൽ JEEക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് വൺ ഷോട്ട് ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് വൺ ഷോട്ട് ചെയ്തു, നാളെ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. നമ്മളെന്താ വെച്ചാൽ ലോങ് ടേം ഗോൾ ആണ്. നമ്മളിനി ജനുവരിയിൽ JEE വരാനുണ്ട്, ഏപ്രിൽ JEE വരാൻ പോകുന്നുണ്ട്, JEE അഡ്വാൻസ് വരാൻ പോകുന്നുണ്ട്. ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടന്റും അതുപോലെ സ്കോറിംഗുമായിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ റീസണിങ് എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതില് രാജാവ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഷുവറായിട്ട് സ്കോർ ചെയ്യുന്ന ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ കഴിഞ്ഞ 2-3 കൊല്ലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനും ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മള് ഇന്നത്തെ ഒരു സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിലബസ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച സിലബസ് ഉണ്ടല്ലോ, 10ാം ക്ലാസ് വരെ പഠിച്ച സംഭവമാണ് നമ്മളെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതിൽ മീന്, മീഡിയൻ, മൂഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ പല സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത് ശരിക്കും +1 സിലബസിൽ ഇല്ല എന്ന് വെച്ചാൽ JEE സിലബസിലും അത് എന്ത് ചെയ്യുന്നില്ല, ശരിക്കും വരുന്നില്ല. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ +1 പഠിക്കുന്ന അഥവാ JEE സിലബസിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും JEEക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്ന, 90% ഓഫ് ദ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആണ്. അപ്പൊ അതിന്റെ പല ടൈപ്പ് ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇത് മസ്റ്റ് ആയിട്ട് കാണണം. ഇത് ഞാൻ പറയല്ലോ, സ്കോർ ചെയ്യാൻ കുറച്ച് പഠിച്ചാൽ ധാരാളം സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഞാൻ പറഞ്ഞു മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സൈലത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉൾപ്പെടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രോബ്ലം ഷീറ്റുകളും അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉൾപ്പെടെയുള്ള DPP ഒക്കെ കിട്ടി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ സ്ലൈഡ് കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ എല്ലാ ടോപ്പിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസ്, അതിലെ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, 10ാം ക്ലാസ് വരെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചു. എന്താ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കൊണ്ട് ഉപയോഗം? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് യു വാണ്ട് ടു മേക്ക് പ്രഡിക്ഷൻസ്, അല്ലെങ്കിൽ യു വാണ്ട് ടു ടേക്ക് എ ഡിസിഷൻ, ഓർ യു വാണ്ട് ടു ഫൈൻഡ് പാറ്റേൺസ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈവൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പുതുതായിട്ട് നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ആക്ച്വലി ഡാറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ബോറിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ആക്ച്വലി ഒരുപാട് ഉപയോഗങ്ങളുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് അതിന്റെ ഉപയോഗം നമ്മൾ റിയലൈസ് ചെയ്യും. അപ്പൊ നമ്മളൊരു ഡേറ്റ സെറ്റ് കിട്ടി. ആ ഡേറ്റ സെറ്റ് കിട്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇഫ് യു വാണ്ട് ടു മേക്ക് എ പ്രഡിക്ഷൻ, ഓർ ഇഫ് യു വാണ്ട് ടു മേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദിസ് ഡേറ്റ, ഓർ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് സം പാറ്റേൺ, അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിന്റെ മിഡ് പോയിന്റ് എവിടെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ആവറേജ് വെയിറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തും കോൺടാക്ട്സിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് മാത്രം നമുക്കൊരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് മാത്രം ചിലപ്പോൾ
ഉപയോഗം വരുന്നുണ്ടാവും. നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു അടുത്ത ക്രിക്കറ്റ് കളിക്ക് വേണ്ടിയിട്ട് 10 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാൾക്കും കൂടി സ്പോട്ട് ഉണ്ട്. അപ്പൊ 11ാമത്തെ ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരുണ്ട്. ബാറ്റ്സ്മാൻ എ ഉണ്ട്, ബാറ്റ്സ്മാൻ ബി ഉണ്ട്. ഈ 2 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പൊ നാച്ചുറലി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ നമ്മൾ നോക്കുക? ഇവരെ കുറച്ച് 10-30 മാച്ചൊക്കെ എടുത്ത് നോക്കും. ഈ 30 മാച്ച് എടുത്ത് നോക്കിയിട്ട് നമ്മൾ നോക്കും ഇതിൽ ആർക്കാണ് ബെറ്റർ ആവറേജ് ഉള്ളത് നോക്കും. ആരാണ് ബെറ്റർ ആവറേജ്? ഓരോന്ന് ഇൻഡിവിജ്വലി നമുക്ക് നോക്കണതിന് പകരം ഒരു സിംഗിൾ മെഷർ വെച്ച് പറയാൻ പറ്റും എങ്ങനെ ആർക്കാ ബെറ്റർ ആവറേജ് ഉള്ള. ബെറ്റർ ആവറേജ് ഉള്ള ആളെയാവും നമ്മൾ ചൂസ് ചെയ്യാന്ന് വിചാരിക്കുക 11ാമനായിട്ട്. എന്താ പറഞ്ഞത്? 10 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 11ാമത്തെ ഒരാൾക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ ആ 11ാമത്തെ ഒരാളെ എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കഴിഞ്ഞ കുറച്ച് മാച്ചുകളുടെ അയാളുടെ പെർഫോമൻസ് നോക്കും. ആ ബെറ്റർ പെർഫോമൻസ് ഉള്ള ആളെ ചൂസ് ചെയ്യും. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? 2 ആളുകൾക്ക് മോറോല സെയിം ആവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആരെ ചൂസ് ചെയ്യും? അപ്പൊ നമ്മൾ നോക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ ആരെ കൺസിസ്റ്റന്റ് എന്നാണ് നോക്കാം. അപ്പൊ എങ്ങനെ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യാം? ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ടല്ലോ, ആവറേജ്. ഈ ആവറേജിന് ചുറ്റുമായിട്ടാണോ കുറെ സ്കോർ വന്നിരിക്കുന്നത്, അതോ കുറെ വൈഡ് വേരിയേഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു കളിക്കാരനെ എടുത്ത് നോക്കുമ്പോൾ അയാൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പക്ഷെ അയാൾ എന്താണ് ഡക്ക് അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അയാൾ എന്തല്ല, കൺസിസ്റ്റന്റ് അല്ല. എന്നാൽ വേറെ ആൾ എടുത്ത് നോക്കുമ്പോൾ അയാളുടെ സ്കോർ മുഴുവൻ 50-60 റേഞ്ചിലേക്ക് കിടക്കണേന്ന് വിചാരിച്ചോ. 2 പേർക്കും സെയിം മോറുള്ള സെയിം ആവറേജും ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ആരെ സെലക്ട് ചെയ്യാം? 50ന്റെ അടുത്ത് കിടക്കുന്ന എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് 50 വരുന്ന ആളെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? അപ്പോ നമുക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മാത്രം പോരാ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താ തരുന്നതെന്ന് വെച്ചാൽ ഹൗ ദ ഡേറ്റ പോയിന്റ്സ് ആർ സ്പ്രെഡ് അപ്പാർട്ട്, അല്ലെങ്കിൽ ഹൗ ദേ ആർ സ്കാറ്റേർഡ് അപ്പാർട്ട് ഓർ ഹൗ ദേ ആർ ക്ലസ്റ്റേർഡ് ടുഗെദർ. ഈ സെൻട്രൽ ടെൻഡൻസിക്ക് ചുറ്റുമായിട്ട് ഈ ഡേറ്റ പോയിന്റ്സ് എങ്ങനെയാണ് കിടക്കുന്നത്? കുറെ അകലത്തിലാണോ കിടക്കണേ? ഡക്ക് അടിച്ചിട്ടുണ്ട്, സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ. വേറെ ആളാണെങ്കിൽ എന്താണ് 15ന്റെ പരിസരത്തൊക്കെയാണ് അയാളുടെ സ്കോറുകൾ എന്ന് വിചാരിച്ചോ, ഓൾമോസ്റ്റ് എല്ലാ സ്കോറുകളും. അപ്പൊ അയാളാണ് കൂടുതൽ കൺസിസ്റ്റന്റ്, മറ്റാൾ കൂടുതൽ വേരിയബിൾ ആണ്. അപ്പൊ ഇതെങ്ങനെ വേരി ചെയ്യുന്നുണ്ട്, എത്ര വേരിയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ്, എത്ര സ്കാറ്റേർഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ എത്ര ക്ലസ്റ്റേർഡ് ടുഗെദർ ആയിട്ടാണ് ഈ ഡേറ്റ പോയിന്റ്സ് കിടക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ശ്രദ്ധിച്ചടാ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഒന്നുമില്ല, എല്ലാ ഡാറ്റ പോയിന്റുകളിൽ നിന്നും ആവറേജ് കുറയ്ക്കുന്നു. അപ്പൊ xi മൈനസ് എക്സ് ബാർ, ഇതാണല്ലോ നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ പോയിന്റിൽ നിന്ന് എക്സ് ബാർ കുറയ്ക്കുന്നു, അതാണ് ഡീവിയേഷൻ. ഈ ഡീവിയേഷനുകൾക്ക് പ്ലസും ആവാം മൈനസും ആവാം. ഈ ഡീവിയേഷനുകൾ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നമുക്ക് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ വേണ്ടൂ ശരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ, സ്ക്വയർ ചെയ്തിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? ആവറേജ് എടുക്കുന്നു. ആവറേജ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ സമ്മ് ചെയ്തു, ബൈ എൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയമെൻഷൻ മാച്ച് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താ? ഓരോ ഒബ്സർവേഷനുകളിൽ നിന്നും അതിന്റെ സെൻട്രൽ ടെൻഡൻസി മീനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അത് കുറച്ചിട്ട് ഡീവിയേഷൻസ് കിട്ടി. ആ ഡീവിയേഷനുകളെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന്റെ മീൻ കണ്ടുപിടിച്ചു, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുത്തു. കണ്ടോ? റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ, RMS. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, RMS. റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ, റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ. ഇത് ഓർത്ത് വെച്ചാൽ മതി, ഇത് മറക്കില്ല. RMS, റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ. ഡീവിയേഷനുകൾ എടുത്തു, അതിനെ സ്ക്വയർ ചെയ്തു, മീൻ കണ്ടുപിടിച്ചു, റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സ്ക്വയർ ചെയ്യുന്നതിനെയാണ് ഇതിനെ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. സിഗ്മ i is equal to 1 to n xi minus x bar the whole square by n എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവം. സിമ്പിൾ. ഇനി ഇതില് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ ആകെയുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇവിടെ ഓരോന്നിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഓരോന്നിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ ഇവിടെ ഡിനോമിനേറ്റർ എന്തായിട്ടുണ്ടാവും? മൊത്തം ഫ്രീക്വൻസികളുടെ എണ്ണായിട്ടുണ്ടാവും. സമ്മേഷൻ fi ആയിട്ടുണ്ടാവും, ഇവിടെ സമ്മേഷൻ fi ആയിട്ടുണ്ടാവും, ഇവിടെ ഓരോന്നിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വേരിയൻസിന്റെ റിസൾട്ട്. അപ്പൊ ഇത് പഠിക്കണോ ചോദിച്ചാൽ പഠിക്കണം, കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോ ഈ സംഭവം നോക്കിക്കടാ, ഇതാണ് നമ്മൾ പറഞ്ഞ റിസൾട്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഓരോ ഒബ്സർവേഷനുകളിൽ നിന്നും എക്സ് ബാർ കുറച്ചു, സ്ക്വയർ ചെയ്തു, സം എടുത്തു,
ബൈ എൻ ചെയ്തപ്പോൾ ആവറേജ് എടുത്തു. അപ്പം മീൻ എടുത്തു, സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ സ്ലൈഡിൽ വൃത്തിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലൈഡ് പരിശോധിക്കുക. സ്ലൈഡിൽ നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള റിസൾട്ടും അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിൽ ഉപയോഗിക്കാം ഈ സാധനം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രോബ്ലത്തിൽ ഈ ഫോർമുലയേക്കാൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് വേറൊരു ആൾട്ടർനേറ്റ് ഫോർമുലയാണ് കേട്ടോ. അപ്പൊ ആൾട്ടർനേറ്റ് ഫോർമുല എന്താന്നുള്ളതും കൂടി അറിയണേ. ആൾട്ടർനേറ്റ് ഫോർമുല, ഈ ആൾട്ടർനേറ്റ് ഫോർമുല ആയിരിക്കും നമ്മൾ മാക്സിമം പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും നമ്മൾ പോണില്ല. ഡെറിവേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാ. ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സുകളിൽ അത് ചെയ്തിട്ടുണ്ടാവും. ആൾട്ടർനേറ്റ് ഫോർമുല പറയണത് എന്താണെന്നറിയോ? സിഗ്മ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. സിഗ്മ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഒബ്സർവേഷനുകളെയും സ്ക്വയർ ചെയ്ത് ആവറേജ് എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് എക്സ് ബാർ കുറയ്ക്കുന്നു, എക്സ് ബാറിന്റെ സ്ക്വയർ കുറയ്ക്കുന്നു. സിമ്പിൾ. എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയടാ, ഇത് ഓർക്കാനുള്ള വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ ചെയ്തിരിക്കണേ? സ്ക്വയറുകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മീൻ അല്ലേ. സോ ദിസ് ഇസ് മീൻ ഓഫ് ദ സ്ക്വയർസ്. മീൻ ഓഫ് ദ സ്ക്വയർസ്. ഓക്കെ. ഇതോ എക്സ് ബാറിന്റെ സ്ക്വയർ അല്ലേ. സോ സ്ക്വയർ ഓഫ് ദ മീൻ. സ്ക്വയർ ഓഫ് ദ മീൻ. ഈ സാധനം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. MOS മൈനസ് SOM. മോശം എന്ന് ഓർത്ത് നോക്കിയാൽ മോശം. ഓക്കെ. ആൾട്ടർനേറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് മോശമാണ്. മോശം ഓർത്ത് വെക്കുക. എങ്ങനെ? മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ ആണ് ആൾട്ടർനേറ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഈ സാധനവും പഠിച്ചു വെക്കണം. ഓക്കെ. സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇത് മറക്കരുത്, നിർബന്ധമായിട്ട് അറിയണം. ഇത് നിങ്ങൾ വിചാരിക്കും പരീക്ഷയുടെ തലേന്ന് ഫോർമുല പഠിക്കാന്ന് വിചാരിക്കും. പരീക്ഷയുടെ തലേദിവസം പഠിക്കാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സാധനങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ ഇത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഒരു സാധനവും അവസാന നിമിഷം പഠിക്കാനായിട്ട് വെക്കേണ്ടത്. ഇത് ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. മറ്റേ സാധനം ഞാൻ പറഞ്ഞല്ലോ, ഓർക്കാനുള്ള വഴി RMS, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ വേരിയൻസ് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ. ഇവിടെ എന്താ? ഇവിടെ വേരിയൻസ് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. അതായത് മീൻ ഓഫ് ദ സ്ക്വയർസ്, സ്ക്വയറുകളുടെ മീൻ മൈനസ് പിന്നെന്താ? എക്സ് ബാറിന്റെ സ്ക്വയർ, അതായത് മീനിന്റെ സ്ക്വയർ. ഓക്കെ. MOS മൈനസ് SOM. അത് ഇംഗ്ലീഷിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. മോശം എന്ന് ഓർത്ത് വെക്കുക. റൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ എന്താ വ്യത്യാസം വരാം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ അവിടെ FI XI സ്ക്വയർ വരും. ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്മോൾ n എന്ന് പറഞ്ഞാൽ സിഗ്മ FI ആയിട്ടുണ്ടാവും. ഈ സിഗ്മ FIനെയാണ് നമ്മൾ ക്യാപിറ്റൽ N എന്ന് വിളിക്കുന്നത് കേട്ടോ. സിഗ്മ FIനെയാണ് നമ്മൾ ക്യാപിറ്റൽ N എന്ന് വിളിക്കുന്നത്. അതുപോലെ എക്സ് ബാറിന്റെ ഫോർമുല എന്തായി മാറിയിട്ടുണ്ടാവും? ഈ എക്സ് ബാറിന്റെ ഫോർമുല സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നാലുള്ള വ്യത്യാസം. അപ്പൊ അഗൈൻ ആ ഓൾട്ടർനേറ്റ് ഫോർമുല എന്താന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റ് ഫോർമുല ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ സാധാരണ കേസിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വന്നെന്നുള്ള ഡെറിവേഷനിലുണ്ട്, സ്ലൈഡിൽ ആ റിസൾട്ട് ഉണ്ട്. അപ്പൊ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിസൾട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓർക്കാൻ എളുപ്പത്തിൽ മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീനും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകണം കേട്ടോ. നമ്മള് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. 2023 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യാൻ പോണ്. എന്റെ കൂടെ തന്നെ ചെയ്യണേ. എന്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്യുക. ഇതില് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പേപ്പറിലും എല്ലാ ടൈം ഷിഫ്റ്റിലും ഒരു ചോദ്യം വരുന്നുണ്ട്. ആൻഡ് 90% ഓഫ് ദ ടൈം ആ ചോദ്യം വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് എന്നാണ്. ആൻഡ് മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. സ്കോർ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ഉള്ള അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയോ, ഈ 4 മാർക്ക് ഒരു പേപ്പറിൽ കിട്ടി അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതും കിട്ടാത്തതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 4 മാർക്കിനായിരിക്കും നമുക്ക് ഹ്യൂജ് റാങ്കിന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ആ 4 മാർക്ക് കൊണ്ട് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാത്തതും കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നോക്കിയാൽ ലെറ്റ് മ്യൂ ബി ദ മീൻ ആൻഡ് സിഗ്മ ബി ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ വേർ സിഗ്മ FI is 62. If greatest integer denotes the greatest integer less than or equal to x, greatest integer of mu square plus sigma square എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. അപ്പൊ ഈ സാധനം കാണുമ്പോഴേ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഈ mu square plus sigma square
ഇത് നിറയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഷോർട്ട് കട്ട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിന്റെ ഷോർട്ട് കട്ട് ഉൾപ്പെടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതില് ഈ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എവിടെയെങ്കിലും കണ്ടതായിട്ട് പരിചയമുണ്ടോ? ഈ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ, എടാ നമ്മളിപ്പോ പറഞ്ഞ ഫോർമുല ഉണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞ ഫോർമുല സിഗ്മ സ്ക്വയറിന്റെ റിസൾട്ട് പറഞ്ഞല്ലോ, ആൾട്ടർനേറ്റ് ഫോർമുല എന്ന് പറഞ്ഞത്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല എന്താന്ന് ഓർത്തടാ? ദിസ് ഇസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ അല്ലേ? സ്ക്വയർ ഓഫ് ദ മീൻ എന്ന് പറഞ്ഞാല് മ്യൂ സ്ക്വയർ അല്ലേ? അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആടാ. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആണ്. എടാ റിവിഷനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്ലാസ്സുകളിലും ഓൺലൈൻ ഓഫ്ലൈൻ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിവിഷൻ പ്ലാൻ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിലുള്ളവർക്കും പറയുന്നു നമുക്ക് അതിൻ്റെതായുള്ള റിവിഷൻ പ്ലാനുകളും എക്സാംസും കൃത്യമായിട്ടുണ്ടാവും. ഇപ്പം അതിനെക്കുറിച്ച് പറയണ്ട, ഇപ്പം ക്ലാസ് കേൾക്കടാ, ക്ലാസ് കേൾക്കൂ. ഞാൻ പറഞ്ഞല്ലോ അത്രയും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, ക്ലാസ് കേൾക്കൂ. ഓർത്തം ചോദിക്കുന്ന ഡബ്ല്യു ചെരിഞ്ഞ പോലെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഡബ്ല്യു കുറേ നേരം ഇരുന്നിട്ടേ ക്ഷീണമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ്, ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് സാധനം ആ. അതായത് ഡബ്ല്യു തന്നെയാണ്, ഡോണ്ട് വറി, അത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ അങ്ങനെ ഇരുന്നിട്ട് കേട്ടോ. ശരി, സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഇസിക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കേസാണത്. അപ്പൊ ബേസിക്കലി ഇവർ ചോദിച്ചിരിക്കുന്ന ഈ സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാല് സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം കേട്ടോ. ഈ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം ഇതാണ്. സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം കേട്ടോ. റൈറ്റ്, ഇനി ആ ചോദ്യം ചെയ്യാം. അപ്പൊ ഇവര് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നിൽക്കട്ടെ. ശരി, ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിയാൽ സിഗ്മ എഫ് ഐ 62 തന്നിട്ടുണ്ട് കണ്ടോ. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഫ്രീക്വൻസി 62. എങ്ങനെ ചെയ്യാം വേഗം പറഞ്ഞേ. ഇത് മുഴുവൻ ആഡ് ചെയ്യാൻ പോവാ, ഇത് മുഴുവൻ ആഡ് ചെയ്യണം. ഇത് മുഴുവൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞത് കെ പ്ലസ് 2 പ്ലസ് 2 കെ പ്ലസ് കെ സ്ക്വയർ മൈനസ് 1 പ്ലസ് കെ സ്ക്വയർ മൈനസ് 1 പ്ലസ് കെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ മൈനസ് 3 ഇസ് ഈക്വൽ ടു 62. അപ്പൊ ഇത് ബേസിക്കലി പെട്ടെന്നൊരു ക്വാഡ്രാറ്റിക് വരും. അപ്പൊ എത്ര കെ സ്ക്വയർ ഉണ്ട് നോക്കണം, 3 കെ സ്ക്വയർ ഉണ്ട്. പിന്നെ കെകൾ എത്ര ഉണ്ട്, 4 കെ. പിന്നെ ഈ 2 ക്യാൻസൽ ആയി പോയിട്ടുണ്ട്, -2. അപ്പൊ -64 ഇസ് ഈക്വൽ ടു 0. 3k സ്ക്വയർ പ്ലസ് 4k മൈനസ് 60, 3k സ്ക്വയർ പ്ലസ് 4k മൈനസ് 64 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 64 ഉണ്ട്, 3 ഉണ്ട്, 64 × 3 അല്ലേ, നമുക്കതിനെ 12 ഉം 16 × 4 അല്ലേ 64. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. 3k സ്ക്വയർ പ്ലസ് 16k മൈനസ് 12k മൈനസ് 64, അല്ലെങ്കിൽ 3k സ്ക്വയർ ഇങ്ങനെ തന്നെ മതി. -64 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ 3k സ്ക്വയർ പ്ലസ് 16k മൈനസ് 12k മൈനസ് 64 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, k പുറത്ത് കൊടുക്കുന്നത് 3k പ്ലസ് 16. ഇത്രയും ഭാഗത്ത് നിന്ന് ഞാൻ -3 പുറത്ത് കൊടുക്കുന്നു, -4 പുറത്ത് കൊടുക്കുന്നു. അപ്പൊ അത് 3k പ്ലസ് 16 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് k -4 ഇൻറ്റു 3k പ്ലസ് 16 ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടാൻ പോണത്. സോ അതിന്റെ k വാല്യൂ 4 വരും, k വാല്യൂ -16/3 വരും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ -16/3 ആക്സെപ്റ്റ് ചെയ്യൂല. കാരണം മനസ്സിലായോ? -16/3 ആക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ചാല് k -16/3 ആണെങ്കിൽ ഇതിലെ ചില നമ്പേഴ്സ് ഒക്കെ നെഗറ്റീവ് വരും, അത് പറ്റൂല. അപ്പൊ k നമ്മൾ ചൂസ് ചെയ്യാൻ പോണ എന്താണ്, k വാല്യൂ 4 ആയിട്ട് ചൂസ് ചെയ്തു. k വാല്യൂ 4 ആയിട്ട് ചൂസ് ചെയ്താൽ നമ്മളെ xi വാല്യൂസ് എഴുതി. ബൈ ദ വേ അഡ്വാൻസിന് 2023 ഓൺവേർഡ്സ് അഡ്വാൻസ് സിലബസിൽ ഇതുണ്ട്.
അഡ്വാൻസിൽ ചോദിച്ച ചോദ്യങ്ങൾ ആക്ച്വലി മെയിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 2023 NCERT ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അപ്പോൾ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. കറസ്പോണ്ടിങ് FI വാല്യൂസ് എഴുതാം നമുക്ക്. FI വാല്യൂസ് K4 ആയതുകൊണ്ട് ഇവിടെ 6, 8, 16 - 1 15, ഇത് 15, അതുപോലെ K² + 1 17, 5, ഇവിടെ K - 3 എന്ന് പറഞ്ഞത് 1. ഇതെല്ലാം എഴുതിയ നമ്മൾ 6, 8, 15, 15, 17, 1. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ശരിക്കും 62 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? FI × XI കണ്ടുപിടിക്കണം. FI × XI കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. FI × XI² നമുക്ക് വേണ്ടു. FI × XI² നമുക്ക് വേണ്ടത് കേട്ടോ. FI × XI². അപ്പൊ ഇവിടെ 0, 8 × 1², അപ്പോ 8, 15 × 2², 15 × 4 60, പിന്നെ 15 × 3², 15 × 9 ആണ്, അത് 135, 17 × 16. ഞാൻ കാൽക്കുലേറ്റർ ചെയ്യണത്, നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ഈ പരീക്ഷ ഒന്നും എഴുതാൻ പോണില്ല. അതുപോലെ ഇവിടെ 25. അപ്പൊ 0, 8, 60, 135, 272, 25 നമ്മൾ എഴുതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണെന്ന് നോക്കാം. 0 + 8 + 60 + 135 + 272 + 25 500 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന എന്താ സംഭവം? സിഗ്മ FI XI² ഡിവൈഡഡ് ബൈ സിഗ്മ FI കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം. അപ്പൊ അത് 500 ഡിവൈഡഡ് ബൈ 62. 500/62 നല്ല വൃത്തിക്ക് വരൂല. അത് 8 പോയിന്റ് സംതിങ് വരാൻ പോണത് അല്ലെ. 480 ആണെങ്കിൽ നിങ്ങൾ ഏകദേശം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ 8 പോയിന്റ് സംതിങ് വരാൻ പോണത്. 8 ആണെങ്കിൽ 8 × 62 എത്ര വരും? 480 492 അല്ലേ, 496 സോറി. അപ്പോ 8 പോയിന്റ് സംതിങ് വരും. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ വരാൻ പോണത്? A ആണ് അതിന്റെ റൈറ്റ് ആൻസർ വരാം. ഓക്കെ, A ആണ് അതിന്റെ റൈറ്റ് ആൻസർ വരാം. അപ്പൊ A ആണ് അതിന്റെ റൈറ്റ് ആൻസർ വരാം. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യത്തില് സ്റ്റാറ്റിസ്റ്റിക്സിന് പുറമെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിരുന്നു. പക്ഷെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സിമ്പിൾ സ്റ്റെപ്പാണ്. മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ഞാൻ ആക്ച്വലി നമ്മൾ ചെയ്യണ മെത്തേഡും എനിക്ക് അതിനുശേഷം ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. ഓക്കെ, ആക്ച്വലി ചെയ്യേണ്ട മെത്തേഡും അതിനുശേഷം എന്ത് ചെയ്യാം, ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, വേരിയൻസ് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് 50, then x is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വാല്യൂസ് എന്താ എടുക്കാൻ പോണത്? നമ്മൾ മിഡ് പോയിന്റ്സ് ആണ് എടുക്കാൻ പോണത് അല്ലെ. മിഡ് പോയിന്റ്സ് ആയിരിക്കും XI വാല്യൂസ് എടുക്കാൻ പോണത്. അത് 15, 25, 35 അങ്ങനെ എടുത്തു. ഫ്രീക്വൻസി വാല്യൂസ് 2x2 ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവര് വേരിയൻസ് തന്നിട്ടുണ്ട്. വേരിയൻസ് എന്താ പറയുക? ഓർക്ക, മോസം ഓർക്ക. മോസം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദ സ്ക്വയർസ്. അപ്പോ സിഗ്മ FI XI² ഡിവൈഡഡ് ബൈ സിഗ്മ FI മൈനസ് എന്താണ്? x². അപ്പൊ സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ദി ഹോൾ സ്ക്വയർ. ഇത് കോംപ്ലിക്കേറ്റഡ് ഫോർമുല ഒന്നല്ല കേട്ടോ. ഇത് സിഗ്മ കണ്ടിട്ട് പേടിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കോംപ്ലിക്കേറ്റഡ് സംഭവമല്ല. FIകൾ എഴുതി ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇനി FI × XIകൾ എഴുതാൻ പോവാണ്. ഓക്കെ, FI × XIകൾ എഴുതാൻ പോവാണ്. പിന്നെ FI × XI² വേണം നമുക്ക്. ഇതെല്ലാം എഴുതാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ FI ബൈ ദ വേ ഇതിന്റെ സമ്മും കൂടി ഇവിടെ എഴുതി വെക്കട്ടെ. ഇത് 4 + x ആ വരാൻ പോണത്. FI × XI എന്ന് പറഞ്ഞാൽ ഇവിടെ 30 വരും, 25x വരും, 70 വരും, 100 + 25x 100 + 25x കിട്ടി. FI × XI². FI × XI² എന്ന് പറയുമ്പോൾ 2 × 225 450. പിന്നെ x × 25², അപ്പൊ 625x. പിന്നെ 2 × 35², 35 × 35 × 2 2450. അപ്പൊ ഇത് 2900 + 625x. കണ്ടോ, ഇതെല്ലാം കിട്ടി നമുക്ക്. ഇതെല്ലാം നമുക്ക് കിട്ടി. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഷോർട്ട് കട്ട് ഉൾപ്പെടെ പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് 2023 ക്വസ്റ്റ്യനുകൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം.
അപ്പൊ നോക്കിക്കേ, ഈ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തു. ഇവിടെ 4+x നമുക്കിവിടെ സം കിട്ടിയിരിക്കണം. ഇവിടെ 100 + 25x. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിലായി എന്താ, 25 പുറത്തേക്ക് വരും. അപ്പൊ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സിഗ്മ FI XI² എന്ന് പറഞ്ഞ സാധനം എന്താ, സിഗ്മ FI XI² എന്ന് പറഞ്ഞ സാധനം 2900 + 625x. ഓക്കെ, ഡിവൈഡ് ബൈ സിഗ്മ FI എന്ന് പറയുന്നത് 4+x മൈനസ് സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI എന്ന് പറയുമ്പോൾ 100 + 25x ഡിവൈഡ് ബൈ 4+x ദ ഹോൾ സ്ക്വയർ. ഇത് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നും, പക്ഷെ ആക്ച്വലി എന്തല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം വളരെ സിമ്പിൾ ആണ്. ഈ ടേം ഉണ്ടല്ലോ 100 + 25x ഡിവൈഡ് ബൈ 4+x. 100 + 25x ഇതിന്റെ സമ്മാടാ, സമ്മ്. എടാ ഇതിന്റെ സമ്മാണ് ഇവിടെ എഴുതി വെച്ചിരിക്കണേ. ഇതെല്ലാം കൂട്ടി ഞാൻ 30, 25x 70, 30ഉം 70ഉം ആപ്പിൾ കൂട്ടാ, അത് 100. 25x അത് ഓറഞ്ചാണ്, അത് വേറെ എഴുതണം. അപ്പൊ 25x എഴുതി, ആപ്പിൾ ഓറഞ്ച് വേറെ എഴുതി. ഓക്കെ, അല്ലാണ്ട് 125x ഇതിന് എഴുതാൻ പാടില്ല ചങ്ങായിമാരെ. ശരി, അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് 25 കിട്ടി നമുക്ക്. അപ്പൊ ഇത് കിട്ടുന്നത് നമുക്ക് സിമ്പിൾ എക്സ്പ്രഷൻ ആയി മാറി. എന്താണ്, 50 = 2900 + 625x ഡിവൈഡഡ് ബൈ 4+x മൈനസ് 25 സ്ക്വയർന്ന് കിട്ടും. അപ്പൊ 675 അപ്പുറത്തേക്ക് പോട്ടെ, 625 അപ്പുറത്തേക്ക് പോട്ടെ. 625 + 50 = എത്ര കിട്ടി, 2900 + 625x ഡിവൈഡഡ് ബൈ 4+x. അപ്പൊ 675 × 4+x ആണ് 2900 + 625x. അപ്പൊ നമ്മുടെ x വാല്യൂ എന്ന് പറയുന്നത് 50x. 50x = 2900 മൈനസ് 675 × 4. അപ്പൊ ഒന്ന് ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കേണ്ട. അപ്പൊ ദിസ് ഇസ് 200. അപ്പൊ x വാല്യൂ = 4 എന്ന് കിട്ടും. x വാല്യൂ = 4 എന്ന് കിട്ടും. അഗൈൻ 2-3 മിനിറ്റ് മെനക്കെട്ടാൽ ഇറ്റ്സ് വർത്ത് ദ ട്രൈ. കാരണം മാത്സ് ക്വസ്റ്റ്യനുകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ സിമ്പിൾ ചോദ്യം തന്നെയാണ്. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. യെസ് പറയൂ. അപ്പൊ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പ് അതിന്റെ ലോജിക് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഈ ചോദ്യത്തിന്റെ ഷോർട്ട് കട്ട് പറയാം. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഇതൊന്നും കൂടി ഒന്ന് കോപ്പി ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കോപ്പി ചെയ്യാൻ പോവാം. കോപ്പി ചെയ്തിട്ടുണ്ട്. മറ്റേത് ചെയ്ത സ്ലൈഡ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, അത് പോയിട്ടില്ല, പേടിക്കണ്ട. അപ്പൊ ഇതിൽ ഷോർട്ട് കട്ട് പറയാൻ പോവാ. ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മള് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ സെറ്റ് ഓഫ് സൈലം ഇന്റഗ്രേറ്റഡ് പീപ്പിൾ മിസ് യു. മിസ്സാവണെന്തിന്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ വരും, ഡോൺ വറി. എല്ലായിടത്തും ഒരേ സമയത്താ, ഞാൻ കുമ്പിടിയല്ലോ. 2 സ്ഥലത്ത് ഒരേ സമയം ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ശ്രദ്ധിക്കേ, ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സിമ്പിൾ ലോജിക്. നമ്മുടെ കയ്യിൽ കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ഒബ്സർവേഷനുകളിൽ നമ്മൾ ചെറിയൊരു ഷിഫ്റ്റിംഗ് നടത്തി വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എല്ലാത്തിലും 1 വെച്ച് ആഡ് ചെയ്തു. നമ്മൾ എല്ലാത്തിലും 1 വെച്ച് ആഡ് ചെയ്യുമ്പോൾ ആവറേജിൽ 1 ആഡ് ചെയ്യപ്പെടില്ലേ? ഇനി നമ്മൾ വേരിയൻസിന്റെ ഫോർമുല നോക്കുമ്പോൾ എന്താ, വേരിയൻസിന്റെ ഫോർമുല ഇങ്ങനെയാ, സിഗ്മ xi മൈനസ് x ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n ആണ്. ഇതാണ് വേരിയൻസ്. അതായത് ഡീവിയേഷൻസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കല. അപ്പോ ഇങ്ങനെ എല്ലാ xiകളിലേക്കും ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ x ബാറിലേക്കും 1 കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ xi മൈനസ് x ബാർ വിൽ റിമൈൻ ദ സെയിം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഒബ്സർവേഷനുകളേക്കും സെയിം ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ വേരിയൻസിനൊന്നും സംഭവിക്കില്ല. അതേപോലെ എല്ലാ ഒബ്സർവേഷനുകളിൽ നിന്നും സെയിം ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ,
വേരിയൻസിനൊന്നും സംഭവിക്കില്ല. ഇതാണ് ഓർക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ്. എല്ലാത്തിനും ഒരുപോലെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. വായ തോന്നിയ പോലെ ഷിഫ്റ്റ് ചെയ്യരുത് കേട്ടോ. വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ്. വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ് എന്നുള്ള ഐഡിയ നമ്മൾ ഉപയോഗിക്കാൻ പോകണം. എല്ലാത്തിനും സെയിം നമ്പർ ഷിഫ്റ്റ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്താൽ വേരിയൻസിന് ഒന്നും സംഭവിക്കില്ല. വേരിയൻസിന് ഒന്നും സംഭവിക്കില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. വേരിയൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റ ഇങ്ങനെയല്ലേ ഉള്ളത്? നമ്മുടെ ഡേറ്റ ഇങ്ങനെയല്ലേ? XI ഇവിടെ ഉണ്ട്, 15 ഉണ്ട്, 25 ഉണ്ട്, 35 ഉണ്ട്, പിന്നെ FIകള് 2 ഉണ്ട്, X ഉണ്ട്, 2 ഉണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? എല്ലാത്തിൽ നിന്നും തന്ത്രപരമായിട്ട് 25 സബ്ട്രാക്ട് ചെയ്യാൻ പോകും. 25 എന്തിനാ സബ്ട്രാക്ട് ചെയ്യണതിന്റെ ലോജിക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തു വരുമ്പോൾ. എന്നിട്ട് ഞാൻ അതിനെ YIകൾ എന്ന് വിളിക്കാൻ പോവാ കേട്ടോ. ഇപ്പൊ XIകൾ എന്ന് വിളിക്കുന്നില്ല, പകരം YIകൾ എന്ന് വിളിക്കാൻ പോവാ. YIകള് എന്താ? 25 വെച്ച് സബ്ട്രാക്ട് ചെയ്താൽ, ഓക്കെ, ഒരു കോളം വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് എഴുതാം. XIകൾ ഉണ്ടായിരുന്നത് 15, 25, 35 ആണ്. YIകൾ എന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത് 25 സബ്ട്രാക്ട് ചെയ്തുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ 0 വന്നു, ഇവിടെ -10 വന്നു, ഇവിടെ 15 വന്നു. ഓക്കെ, യെസ്. 15 അല്ല, 10. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്തു? പുതിയ YI കണ്ടുപിടിച്ചാൽ ഞാൻ പറയുന്നത് XIകളുടെയും YIകളുടെയും വേരിയൻസ് സെയിം ആയിരിക്കും. σ² Xും σ² Yയും സെയിം ആയിരിക്കും. കാരണം എന്താ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആവറേജിൽ നിന്നും അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ XI - X ബാർ എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് ആവറേജ് എടുക്കുകയാണല്ലോ വേരിയൻസ്. അപ്പൊ അതിനൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? σ² Y കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ നമ്പേഴ്സ് ഒക്കെ ഇത്തിരി കൂടി സിമ്പിളായി. അത് മാത്രമല്ല, അതിൽ വേറൊരു മാജിക് കൂടി നടക്കണം. നോക്കിക്കേ നിങ്ങൾ, ഇവിടെ FI × YI ചെയ്യുമ്പോൾ ഇത് -20 വരും, ഇത് 0 വരും, ഇത് 20 വരും. അപ്പൊ ഇത് മുഴുവൻ സമം 0 ആയി മാറി. ഇത് 4 + X വരുന്നുണ്ട്, ഇത് 0 ആയി മാറി. ഇനി FI × YI² കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. FI × YI² എന്ന് പറഞ്ഞാൽ 2 × 100 200, ഈ ടേം 0, ഈ ടേം 200. അപ്പൊ ഇത് 400 എന്ന് കിട്ടി, വളരെ എളുപ്പത്തിൽ കിട്ടി. കണ്ടോ? അപ്പൊ നമ്മൾ σ² Y എന്ന് കിട്ടാൻ പോണത് എങ്ങനെയാ? σFI YI² ഡിവൈഡഡ് ബൈ σFI മൈനസ് σFI YI ഡിവൈഡഡ് ബൈ σFI ദി ഹോൾ സ്ക്വയർ ആണ്. മനസ്സിലായ? എടാ, ഈ ടേം σFI YI നമുക്ക് എന്താ കിട്ടിയിരിക്കണം? സം 0 അല്ലേ? അപ്പൊ 0 ആണെന്ന് നോക്കിക്കേ. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 4 + X മൈനസ് 0 ഡിവൈഡഡ് ബൈ 4 + X ദി ഹോൾ സ്ക്വയർ. കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിളായി, വളരെ സിമ്പിളായി. കണ്ടോ? 0 ആണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 50 = 400 / 4 + X എന്ന് കിട്ടും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 200 + 50x = 400. അപ്പൊ യുവർ X ഹാസ് ടു ബി ഈക്വൽ ടു എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. സിമ്പിൾ. അപ്പൊ ഇതാണ് എളുപ്പവഴി കേട്ടോ. ഇതാണ് അതിലെ ഷോർട്ട് കട്ട്. ഇതാണ് ഇതിലെ എളുപ്പവഴി, ഇതാണ് അതിലെ ഷോർട്ട് കട്ട്. ക്ലിയർ അല്ലേ? ഇതാണ് അതിലെ എളുപ്പവഴി. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? 2023 കുറെ വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിയാലോ? 2023 കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചെയ്തു നോക്കിയാലോ? യെസ്. വേരിയൻസ് ഓഫ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 2, 3, 4, 5, 6, 7, 8, 3, 6 ഒക്കെ ഫ്രീക്വൻസി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ശ്രദ്ധിക്കണേ. നമ്മൾ XI വാല്യൂസ് തന്നിട്ടുണ്ട്. XI വാല്യൂസ് തന്നിരിക്കുന്നത് 2, 3, 4, 5, 6, 7, 8 അല്ലേ?
ഞാൻ വൈ ഐ വാല്യൂസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നടുവിലത്തെ നോക്കുക 5 എടുത്തിട്ട് കുറയ്ക്കാൻ പോകല്ലാത്തൊന്നും 5 എല്ലാத்தையும் കുറയ്ക്കുമ്പോൾ ഇവിടെ 0 ആയി. ഇവിടെ -1 -2 -3 ഇവിടെ 1 2 3. ഫ്രീക്വൻസികൾ എത്രയാ? 3 6 16 ആൽഫ 9 5 6. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? FI ഇൻറ്റു YIകൾ എഴുതാൻ പോവാ. FI ഇൻറ്റു YI വാല്യൂസ് എഴുതാൻ പോവാണ്. അതേപോലെ തന്നെ വേഗം FI ഇൻറ്റു YI സ്ക്വയർ വാല്യൂസ് എഴുതാൻ പോവാണ്. കാര്യം വളരെ സിമ്പിളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോംപ്ലിക്കേഷൻസ് ഇല്ല ഇതില് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോംപ്ലിക്കേഷൻസ് ഇപ്പം ഇല്ല. നോക്കിക്കേ, FI ഇൻറ്റു YI ചെയ്യാൻ പോവാണ്. അത് -9 -12 -16 -16 0 9 10 18ആയി. ഇനി FI ഇൻറ്റു YI സ്ക്വയർ നോക്കിക്കേ, അത് 27 വന്നു. 6 × 4 24 വന്നു. 16 വന്നു. 0 വന്നു. 9 വന്നു. 20 വന്നു. 6 × 9 54 വന്നു. അപ്പൊ 3 6 16 ആൽഫ 9 5 6 വന്നിട്ടുണ്ട്. അതുപോലെ -9 -9 -12 -16 -16 0 9 10 18 തെറ്റിക്കാണ്ടിരുന്നാൽ മതി. സിമ്പിൾ കാൽക്കുലേഷൻസ് തെറ്റിക്കാണ്ടിരുന്നാൽ മതി. 27 24 16 0 9 20 54. ഓക്കെ, ഇനി ഒരു വേരിയൻസ് തന്നിട്ടുണ്ട്. സിഗ്മ സ്ക്വയർ എക്സ് തന്നിരിക്കുന്നത് 3 ആണ്. അത് തന്നെ ആയിരിക്കും സിഗ്മ സ്ക്വയർ വൈ. ഓക്കെ, അപ്പൊ സിഗ്മ FI കണ്ടുപിടിക്കാം. 3 + 6 9 25 25 20 45 പ്ലസ് ആൽഫയാണ് ഇത് വരുന്നത്. 45 പ്ലസ് ആൽഫ 45 പ്ലസ് ആൽഫയാണ് സിഗ്മ FI വരുന്നത് കേട്ടോ. 45 പ്ലസ് ആൽഫ. സിഗ്മ FI YI എന്താ നോക്കാം. സിഗ്മ FI YI പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 9 9 ക്യാൻസൽ ആയി പോയി. ഇവിടെ 28 28 ക്യാൻസൽ ആയി പോയാൽ ലാഭായില്ലേ? 0 കിട്ടി, അതും ലാഭായി. ഇത് 0 കിട്ടി നമുക്ക്. സിഗ്മ FI YI സ്ക്വയറോ അത് നോക്കാം നമുക്ക്. 40 60 ഇത് 40 ഉണ്ട്, 60 ഉണ്ട്, 60ഉം 90 150 150 കിട്ടി. ഇനി നമ്മൾ നേരെ നോക്കിക്കുക, വേരിയൻസിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. 3 is equal to sigma FI YI square divided by sigma FI minus sigma FI YI divided by sigma FI the whole square. ഓക്കെ അല്ലേ? അപ്പൊ 3 is equal to എന്താ കിട്ടാൻ പോണത്? 150 divided by 45 plus alpha minus 0 divided by 45 plus alpha the whole square. 0 ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ആൽഫ എത്ര വരണം? This gives me alpha is equal to 5. 150/50 ആണ് 3. ആൽഫ is equal to 5. കഴിഞ്ഞു. സിമ്പിൾ. പുഷ്പം പോലെ ചെയ്തില്ലേ നമ്മളെ? പുഷ്പം പോലെ ചെയ്തു. എടാ ഇത് തെറ്റരുത് കേട്ടോ. ഇത് തെറ്റരുത്. ഈ കാൽക്കുലേഷൻസ് തെറ്റരുത്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. ക്ലിയർ അല്ലേ? ആകെ ഓർക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാ ഒബ്സർവേഷനുകളെയും ഒരു നമ്പർ വെച്ച് ഷിഫ്റ്റിങ് ചെയ്താൽ മീനും അതേപോലെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ വേരിയൻസിനൊന്നും സംഭവിക്കില്ല. ഓക്കെ ആണോ ഈ ഐഡിയ? ക്ലിയർ? യെസ്. എന്നാൽ 2023 അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എടാ ഇത് വരും ട്ടോ. വരും. XI വാല്യൂസ് എഴുതുന്നു. വേഗം എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവാ. ഓക്കെ, XI വാല്യൂസ് എഴുതുന്നു. 5 15 25 35 45. കറസ്പോണ്ടിങ് YI വാല്യൂസ് എഴുതുന്നു. YI വാല്യൂസ് നമ്മൾ എന്താ 25 കുറയ്ക്കണം എല്ലാത്തിനും. 0 പിന്നെ 25 കുറയ്ക്കുമ്പോൾ -10 -20 പിന്നെ 35 25. അപ്പൊ ഇവിടെ 10 വരും, ഇവിടെ 20 വരും. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി വാല്യൂസ് എഴുതാം. FI വാല്യൂസ് വന്നിട്ടുണ്ട് 2 3 X 5 4. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ മീനും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീന് തന്നിട്ടുണ്ട്. ഇവിടെ X ബാർ തന്നിരിക്കുന്നത് 28 ആണ്. നമ്മളെല്ലാത്തിൽ നിന്നും 25 കുറച്ചിരിക്കണം കേട്ടോ. എല്ലാ നമ്പറുകളിൽ നിന്നും നോക്കിക്കേ, YI കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ XI മൈനസ് എത്ര ചെയ്തിരിക്കണേ? 25 കുറച്ചിരിക്കണം കേട്ടോ. അപ്പൊ Y ബാർ എന്ന് പറഞ്ഞത് 28 - 25 എത്രയായിരിക്കും? 3 ആയിരിക്കും. സിഗ്മ സ്ക്വയർ എക്സും സിഗ്മ സ്ക്വയർ വൈയും സെയിം ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം.
സിഗ്മ സ്ക്വയർ എക്സും സിഗ്മ സ്ക്വയർ വൈയും സെയിം ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശ്രദ്ധിക്കണേ, ഇത് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മ എഫ് ഐ കണ്ടുപിടിക്കുന്നു. അത് 10 14 പ്ലസ് എക്സ്. എഫ് ഐ ഇൻറ്റു വൈ ഐ എഴുതാൻ പോവാണ്. -40 -60 0 50 80 130. അപ്പോൾ ഇത് 30 കിട്ടി. ഇനി എഫ് ഐ വൈ ഐ സ്ക്വയർ എഴുതാൻ പോവാ ഞാൻ. എഫ് ഐ വൈ ഐ സ്ക്വയർ എഴുതാൻ പോവാണ്. എഫ് ഐ ഇൻറ്റു വൈ ഐ സ്ക്വയർ. അപ്പോൾ 2 ഇൻറ്റു 400 800 300 0 500 16 1600. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 11 16 3200 എന്ന് വരും. 3200 എന്ന് വരും. അപ്പൊ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചപ്പോഴേ നമ്മുടെ കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആയി മാറണം. വളരെ 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 സിമ്പിൾ ആകാൻ പോകണം. അപ്പൊ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കണേ. സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ മൈനസ് 30 അല്ലേ സാർ സെക്കൻഡ് കോളം? തെറ്റിപ്പോയോ? യെസ്, -40. ഇവിടെ -30 ആണ് കേട്ടോ, ഞാൻ എഴുതിയത് തെറ്റിയിട്ടുണ്ട്. -30. അപ്പോൾ ഇവിടെ വരാൻ പോണത് എത്രയാ? -70. സോറി, -70 അല്ല, ഇത് 130 -70 60 വരിക കേട്ടോ. അവിടെ 60 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം സോറി, ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അഗെയിൻ തെറ്റ് വരരുത് കേട്ടോ, തെറ്റ് വന്നാൽ മൂഞ്ചി നൈസായിട്ട്. ഇത്രയും ചെയ്ത പണിയൊക്കെ പോവും. ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ വേരിയൻസ് കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ ബൈ സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ മൈനസ് എന്ത് ചെയ്താൽ മതി, വൈ ബാർ സ്ക്വയർ ചെയ്താൽ മതി. വൈ ബാർ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ ആയി സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എത്ര? 3200 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐക്ക് എക്സ് വേണം കേട്ടോ. സിഗ്മ എഫ് ഐക്ക് എക്സ് വേണം നമുക്ക്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാലേ വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ആണല്ലോ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. വൈ ബാർ എത്ര കിട്ടിയിരിക്കണേ? 3. സിഗ്മ എഫ് ഐ വൈ ഐ കിട്ടിയിരിക്കുന്നത് 60 ഡിവൈഡഡ് ബൈ 14 പ്ലസ് എക്സ്. അപ്പൊ ഇതിന് എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ് കിട്ടി കണ്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടിയിട്ടുണ്ട്. നോക്കിയിട്ട് പറ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? നോക്കൂ. എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടി. അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 6 ആയതുകൊണ്ട് ഇത് എത്രയും മാറിയിട്ടുണ്ട്? 20 ആയിട്ട് മാറിയിട്ടുണ്ട്. 20 മൈനസ് 3 സ്ക്വയർ സിഗ്മ സ്ക്വയർ വൈ. അപ്പോ ഇത് വരാൻ പോണത് 160 മൈനസ് 9 151. 151 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. 151 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? 151 ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിന്റെ ബേസിക് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാൽ പോലും എന്താണ്, ഡൂവബിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ടൈപ്പിലോട്ട് പോട്ടെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണേ. നാച്ചുറൽ നമ്പേഴ്സ് തന്നിരിക്കുക. 1 2 3 അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് തന്നിരിക്കുക. ഈ നാച്ചുറൽ നമ്പേഴ്സ് തന്നാൽ അതിന്റെ എക്സ് ബാർ എന്ന് പറയുന്ന സാധനം n+1/2 ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം n² - 1/12 ആണ്. അതിന്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. n² - 1/12 ആണ്. സിഗ്മ എന്ന് പറയുന്നത് √n² - 1/12 ആണ്. ഇത് അറിയണം കേട്ടോ.
സ്ഥിരം ചോദ്യം വരിക, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന സംഭവമാണ്, ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സംഭവമാണ്. n+1/2 ആണ് എക്സ് ബാർ വരിക. വേരിയൻസ് n² - 1/12 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √n² - 1/12. അപ്പോൾ ഇത് നോക്കി സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇത് എങ്ങനെ വന്ന അതിന്റെ ഡെറിവേഷൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ നോക്കാം. ഫൈനൽ റിസൾട്ട് നിങ്ങൾ ഓർക്കണം, വേരിയൻസ് എന്ന് പറയുന്നത് n² - 1/12 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √n² - 1/12 ആണ്. അപ്പൊ ചോദ്യം ഇതറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് n be an odd number such that variance of 1, 2, 3, 4, 5 and s. ഇത് ജയിക്ക് വന്ന ചോദ്യ, കീമിന് സ്ഥിരം വരുന്നതാണ് കേട്ടോ. കീമിന് സ്ഥിരം ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ കുറെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ JEE ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. n be an odd natural number such that variance of 1, 2, 3, 4, 5 up to n is 14. പെട്ടെന്ന് എഴുതാം. എന്താ? n² - 1/12 is equal to 14. 12 into 14 plus 1. 140, 168, 169. n² is equal to 169. n is equal to 13. കഴിഞ്ഞു. 13 കഴിഞ്ഞു. ഇതറിയാമെങ്കിൽ വളരെ 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 എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ സംഭവം ക്ലിയർ അല്ലേ? ഓക്കെ പറയടാ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് ചിലർ വിചാരിക്കുന്നത് സാറെന്ന് മസിൽ പിടിച്ചിരിക്കണേ. എന്താ വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം, വൺ ഷോട്ടിന്റെ ഉദ്ദേശം. വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഈ സമയം, ലിമിറ്റഡ് സമയം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കീം കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കിക്കേ, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. ഈ പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒന്നുമില്ല. ഇതെന്താ സംഭവിച്ചാൽ സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിങ്ങിനെയാണ് പറയുന്നത്. സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിങ്ങിനെയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. നമ്മളതിൽ എക്സുകൾ ഉണ്ട്, x1, x2 അങ്ങനെ xn ഉണ്ട്. ഇതിനെ xi എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. xi ഞാൻ എന്ത് ചെയ്യുന്നു, ഈച്ച് xiകളെ ഒരു ആൽഫ കൊണ്ട് സ്കെയിൽ ചെയ്യുന്നു, ബീറ്റ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അതിനോട് yiകൾ ഉണ്ടാക്കുന്നു. എന്താ ചെയ്യുന്നത്? ഓരോ ഒബ്സർവേഷനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബീറ്റ കൊണ്ട് ആഡ് ചെയ്യുന്നു. ഓരോ ഒബ്സർവേഷനിലും ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബീറ്റ ആഡ് ചെയ്യുന്നു. ഓരോ ഒബ്സർവേഷനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബീറ്റ ആഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓരോ ഒബ്സർവേഷനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബീറ്റ ആഡ് ചെയ്യുന്നു. റൈറ്റ്? അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ yi. അപ്പൊ ഇങ്ങനെ സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് എ സ്കെയിലിംഗ് ആൻഡ് ഹിയർ ഇസ് എ ഷിഫ്റ്റിംഗ്. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബീറ്റ ആഡ് ചെയ്താൽ യെസ് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കറിയാം, മീനിന് അതേ സാധനം തന്നെ ഫോളോ ചെയ്യും. ആൽഫ എക്സ് ബാർ പ്ലസ് ബീറ്റ ആയി മാറിയിട്ടുണ്ടാവും മീന്. ഓക്കെ, മീൻ എന്താ സംഭവിക്കുക? നിങ്ങൾ എല്ലാ നമ്പറിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എല്ലാ നമ്പറിലേക്കും 5 ആഡ് ചെയ്താൽ മീനിലും 5 ആഡ് ചെയ്യേണ്ട വരും. ഓക്കെ, വേരിയൻസിന് പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ σ²y. ഇതിന്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് ആ ഷിഫ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, സ്കെയിലിങ്ങിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇത് α² ഇൻറ്റു σ²x എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൽ ഐഡിയ. സോ വേരിയൻസ് എന്താ സംഭവിക്കാൻ പോണേ? α² ഇൻറ്റു σ²x. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സ്കെയിലിംഗ്, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷിഫ്റ്റിംഗ്. വേരിയൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷിഫ്റ്റിംഗ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സ്കെയിലിംഗ്. ഇതാണ് ഇതിൽ ഐഡിയ. വേരിയൻസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഷിഫ്റ്റിംഗ്. സ്കെയിലിംഗ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷിഫ്റ്റിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, σy ചോദിച്ചാൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? മോഡുലസ് ഓഫ് ആൽഫ എന്ന് തന്നെ എഴുതണം. മോഡുലസ് ഓഫ് ആൽഫ ടൈം σx. മോഡുലസ് ഓഫ് ആൽഫ ടൈം σx എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? ഈ കാര്യം മനസ്സിലായല്ലോ? യെസ്. അപ്പൊ സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് വന്നാൽ എന്ത് സംഭവിക്കും? മീനിലാണെങ്കിൽ അതേ ട്രാൻസ്ഫോർമേഷൻ അവിടെ വരും. വേരിയൻസിലാണെങ്കിൽ α² കൊണ്ട് മൾട്ടിപ്ലൈ, ആ സ്കെയിലിംഗ് ഫാക്ടറിന്റെ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ
മോഡുലസ് ഓഫ് ആൽഫ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിലുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിച്ചിട്ടെ. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇതിനെ ബേസ് ചെയ്ത് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ള ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ്. ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 10 ഒബ്സർവേഷൻസ് ആർ 20 and 2 റെസ്പെക്റ്റീവ്ലി. ക്വസ്റ്റ്യൻ വായിക്കണം നന്നായിട്ട്. എന്താ പറയുക? മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 10 ഒബ്സർവേഷൻസ് ആർ 20 and 2 റെസ്പെക്റ്റീവ്ലി. അതായത് 10 ഒബ്സർവേഷനുകളുടെ അപ്പൊ എക്സുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. എക്സ് ബാർ അവർ പറയണത് എന്താണ്? n 10 ആന്ന് പറയുന്നത് കേട്ടോ. എക്സ് ബാർ എന്താ പറയണത്? 20 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആന്ന് പറയുന്നുണ്ട്. ഈച്ച് ഓഫ് ദിസ് ഒബ്സർവേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ പി ദെൻ റെഡ്യൂസ്ഡ് ബൈ ക്യൂ. അപ്പൊ y ആയി അവരുണ്ടാക്കണത് എങ്ങനെയാണ്? ഓരോന്നിനെയും p കൊണ്ട് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, കുറച്ചു. കണ്ട, ശ്രദ്ധിക്കട. ഈച്ച് ഓഫ് ദിസ് 10 ഒബ്സർവേഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ പി ദെൻ റെഡ്യൂസ്ഡ് ബൈ ക്യൂ. അപ്പൊ y i ഈസ് ഈക്വൽ ടു പി എക്സ് ഐ മൈനസ് ക്യൂ. ക്ലിയർ അല്ലേ? ഓരോ എക്സ് ഐകളെയും പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂ റെഡ്യൂസ് ചെയ്തു. ന്യൂ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ബിക്കം ഹാഫ് ദിയർ ഒറിജിനൽ വാല്യൂസ്. അപ്പൊ ഹാഫ് ദിയർ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? y ബാർ 10 ആയി, സിഗ്മ y എന്തായി? 1 ആയി. ഇത്ര ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാം y ബാർ ഇസ് ഈക്വൽ ടു പി എക്സ് ബാർ മൈനസ് ക്യൂ ആണ്. സിഗ്മ സ്ക്വയർ y എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ സിഗ്മ y എന്ന് പറഞ്ഞാല് മോഡുലസ് ഓഫ് പി സിഗ്മ എക്സ് ആണ്. ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ വരും. ഇനി y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ബാറിന്റെ വാല്യൂ 10 ആണ് അറിയാം, എക്സ് ബാറിന്റെ വാല്യൂ 20 ആണ്, മൈനസ് ക്യൂ. ഒരു ഇക്വേഷൻ കിട്ടി. ദിസ് ഇസ് 1 ഇക്വേഷൻ. ഓക്കെ, അതുപോലെ അടുത്ത ഇക്വേഷൻ നോക്കടാ. സിഗ്മ y എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് പി ഇൻറ്റു സിഗ്മ എക്സ് എത്രയാ? 2 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ എടുത്ത് സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നോക്കടാ. എന്താ ചെയ്തത് മനസ്സിലായില്ലേ? ട്രാൻസ്ഫോർമേഷൻ എഴുതി, ആ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് y ബാറിനും സിഗ്മ വൈനും എന്താ സംഭവിക്കുക എന്നുള്ളത് എഴുതി. അപ്പോൾ ഇതില് p is equal to പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് കിട്ടും. p is equal to പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണെങ്കിൽ q എന്ന് പറഞ്ഞ സാധനം 20p മൈനസ് 10 അല്ലേ? അപ്പൊ ഇത് പ്ലസ് ഓർ മൈനസ് 10 മൈനസ് 10 എന്ന് കിട്ടും. സോ അതിന്റെ വാല്യൂ 0 ഓർ മൈനസ് 20 എന്ന് കിട്ടും. 0 ആവില്ല. അപ്പൊ എന്താണ്? മൈനസ് 20 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. മൈനസ് 20 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നോക്കിക്കേ. ഓക്കെ അല്ലേ? നോക്കടാ. ഓക്കെ അല്ലേ? എടാ ദയവ് ചെയ്ത് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾക്ക് 4 മാർക്ക് മോസ്റ്റ് പ്രോബബിളി ഈ 1 ഷോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇത് പക്ഷെ ഇതെന്താണ്? ഇത് വരാൻ പോകുന്ന 90% ഗ്യാരണ്ടി. ഓക്കെ, ആ 4 മാർക്ക് കൊണ്ട് റാങ്ക് കിട്ടുന്നതും കിട്ടാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്ത് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പറയണ എന്താ? ലെറ്റ് എക്സ് ഐ ബിറ്റ്വീൻ 1 and 10 ബി 10 ഒബ്സർവേഷൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. ഇഫ് സിഗ്മ എക്സ് ഐ മൈനസ് പി ഇസ് 3, സിഗ്മ എക്സ് ഐ മൈനസ് പി ദ ഹോൾ സ്ക്വയർ ഇസ് 9, ദെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദിസ് ഒബ്സർവേഷൻ ഇസ്. അതായത് എക്സ് ഐ മൈനസ് പിനെ നമ്മൾ വൈ ഐ എന്ന് വിളിച്ചാല്, എക്സ് ഐ മൈനസ് പിനെ വൈ ഐ എന്ന് വിളിച്ചാല്, സിഗ്മ വൈ ഐ തന്നിട്ടുണ്ട് 3, സിഗ്മ വൈ ഐ സ്ക്വയർ തന്നിട്ടുണ്ട് എത്രയാ? 9. ഓക്കെ, സിഗ്മ വൈ ഐ തന്നിട്ടുണ്ട്, സിഗ്മ വൈ ഐ സ്ക്വയർ ചോദിച്ചു. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും സെയിമാ. കാരണം ചെറിയൊരു ഷിഫ്റ്റിംഗ് അല്ലേ നടത്തിയിട്ടുള്ളൂ. ഷിഫ്റ്റിംഗ് മാത്രമല്ലേ നടത്തിയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറുമോ?
ഷിഫ്റ്റിംഗ് മാത്രമല്ലേ നടത്തിയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറോ? വേരിയൻസ് മാറോ? ഇല്ല. സിഗ്മ എക്സും സിഗ്മ വൈയും സെയിമാ. അത് നമുക്കറിയാം. എന്ത് ഫോർമുല ഉണ്ട്? മോസം ഉപയോഗിക്കുക. മോസം എന്താണ്? മോസം ഉപയോഗിക്കുക. n = 10 ആണ്. അപ്പൊ സിഗ്മ വൈ ഐ ഡിവൈഡ് ബൈ n, സിഗ്മ വൈ ഐ സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ വൈ ഐ ഡിവൈഡ് ബൈ n ദി ഹോൾ സ്ക്വയർ. മോസം അപ്ലൈഡാ. 9 divided by 10 minus sigma yi by n. Sigma yi by n എന്ന് പറയുമ്പോൾ 3/10 the whole square. 9/10 minus 3/10 the whole square. അപ്പോൾ ഇത് വരാൻ പോണത് 90 minus 9, 81/100. സിഗ്മ സ്ക്വയർ ആണ് കേട്ടോ, സോറി. ഇതിന്റെ റൂട്ട് എടുക്കണേ. സിഗ്മ സ്ക്വയർ എഴുതി തെറ്റിയിട്ടുണ്ട്. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറഞ്ഞ സാധനം 9/10. സ്ക്വയർ റൂട്ട് എടുക്കണേ. സ്ക്വയർ റൂട്ട് എടുക്കണേ. 9/10 ഉണ്ടോ ആൻസർ? യെസ്. കിട്ടിയടാ. കിട്ടി. ഓക്കെ ആണോ? എടാ ഞാൻ പിന്നെയും പറയുന്നു, ഈ വൺ ഷോട്ട് നിർബന്ധമായിട്ടും ഇപ്പൊ തന്നെ ഇരുന്ന് കാണാൻ. പരീക്ഷയുടെ തലേദിവസം അല്ല. പരീക്ഷയുടെ തലേദിവസം ഫോർമുല പഠിക്കാൻ നിന്നാൽ നടക്കൂല. ഇത് കൃത്യമായിട്ട് പഠിക്കുക. 9/10 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഐഡിയയിലേക്ക് പോവാം. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എൻ AP. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് എൻ AP. ഓക്കെ. ആ AP എവിടെന്നാ കിട്ടണേന്ന് അറിയോ? ഇതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3 അങ്ങനെ n നമ്പേഴ്സ് എടുക്കുക. എല്ലാ നമ്പറിന്റെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ d, 2d, 3d അങ്ങനെ പോയി nd ആയി. ഇതിലേക്ക് ഞാൻ a - d ആഡ് ചെയ്യാൻ പോവാം. ഇവിടെ നമ്മൾ ചെയ്തത് ഇൻറ്റു d ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ a - d ആഡ് ചെയ്യാൻ പോവാം. a - d ആഡ് ചെയ്യുമ്പോൾ ഇത് a ആയി, ഇത് a + d ആയി, ഇത് a + 2d ആയി. അങ്ങനെ പോയി a + n - 1 × d ആയി. എന്താ ഞാൻ ചെയ്തത്? 1, 2, 3 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. ആ നാച്ചുറൽ നമ്പേഴ്സിനെ മുഴുവൻ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, a - d ആഡ് ചെയ്യാം. സ്കെയിലിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. സ്കെയിലിംഗ് ഫാക്ടർ d ആണ്, ഷിഫ്റ്റിംഗ് ഫാക്ടർ എന്താ? a - d ആണ്. അപ്പൊ വേരിയൻസിന് എന്ത് സംഭവിക്കും? വേരിയൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദിസ് സ്കെയിലിംഗ് ഫാക്ടർ. ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദിസ് ഷിഫ്റ്റിംഗ്. ഓക്കെ. അപ്പൊ സിഗ്മ സ്ക്വയർ ഇവിടെ വരാൻ പോകുന്നത് ഇവിടുത്തെ നാച്ചുറൽ നമ്പേഴ്സിന് നമുക്കറിയാം എന്താ? n² - 1/12 ആണ്. ഇവിടെ എന്താ വരാൻ പോണേ? d² × n² - 1/12 ആണ്. ഇവിടെ എന്തായിരിക്കും? d² × n² - 1/12 ആണ്. കാരണം സ്കെയിലിങ്ങിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ, ഷിഫ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തോ? ഇല്ല. d കൊണ്ട് സ്കെയിൽ ചെയ്തപ്പോൾ d² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു. ഷിഫ്റ്റിങ്ങിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പൊ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് d² × n² - 1/12 ആണ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ആൻഡ് വേരിയൻസ് എന്താ ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ ചോദിച്ചാൽ മോഡുലസ് ഓഫ് d √n² - 1/12. പഠിച്ചേക്കണേ. യെസ്. ഒരു APയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കാനുള്ള റിസൾട്ട്. അപ്പോൾ ഇത് പഠിച്ചോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അഗൈൻ സ്ലൈഡിൽ ഞാനിത് റിസൾട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാനായിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. സ്ലൈഡിൽ ഈ സംഭവം ഉണ്ട്. 2020 ക്വസ്റ്റ്യൻ നോക്കിക്കേ. Variance of the terms of an increasing AP B1, B2, B3 up to B11 is 90. The common difference of the APs. കോമൺ ഡിഫറൻസ് ഓഫ് ദി AP ഞാൻ പറഞ്ഞു. നമുക്ക് വേരിയൻസ് എന്ന് പറഞ്ഞ സാധനം d² × n² - 1/12 ആണ്. അപ്പൊ വേരിയൻസ് 90 ആണ്. 90 = d² × n², 11² - 1/12. അപ്പൊ അത് 10d² എന്ന് വരും. d = ±3 വരും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇൻക്രീസിങ് AP ആയതുകൊണ്ട് എന്താണ് ചൂസ് ചെയ്യേണ്ടത്? 3. കഴിഞ്ഞു. ഓക്കെ ആണോ? സിമ്പിൾ. 2020 ചോദ്യം.
ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. കത്തിയെങ്കിൽ ഒരു ഹാർട്ടോ, ഒരു തീയോ, ഒരു ഫയറോ എന്തെങ്കിലുമൊക്കെ ഇടും. സിമ്പിളായി ചെയ്തില്ലേ നമ്മള്? ഈ ഐഡിയ അറിയണം. പക്ഷേ യെസ്, എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 ആണ് അതിന്റെ ആൻസർ കേട്ടോ. The variance of the first n natural numbers is 10. Variance of the first m even natural numbers is 16. Then m plus n is equal to. Variance of first n natural numbers എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 up to n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അതെന്താ? n സ്ക്വയർ മൈനസ് 1/12 അല്ലേ? അത് 10. അത് 10 തന്നിരിക്കുക. 10 തന്നിരിക്കുക. 1, 2, 3 up to n അല്ലടാ. n സ്ക്വയർ മൈനസ് 1/12 അല്ലേ? അത് 10 തന്നിട്ട് നോക്കടാ. വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് 10. അപ്പൊ n സ്ക്വയർ മൈനസ് 1/12 is equal to 10. 120 പ്ലസ് 1 121 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ n is equal to 11 കിട്ടി. ഇനി അവർ പറഞ്ഞ എന്താ? വേരിയൻസ് ഓഫ് ഫസ്റ്റ് m ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ 2 4 6 8 അങ്ങനെ പോയിട്ട് 2m വരെ. എടാ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുമ്പോൾ എന്താ പറയാ? 2 സ്ക്വയർ ഇൻറ്റു m സ്ക്വയർ മൈനസ് 1/12. എന്താ ചെയ്തത്? 1 മുതൽ m വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ല പറയണേ, അതിന്റെ മൾട്ടിപ്പിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ വേരിയൻസ് ഓഫ് ദ ഫസ്റ്റ് m ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 16. വേരിയൻസ് ഓഫ് ഫസ്റ്റ് m ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 16. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു m സ്ക്വയർ മൈനസ് 1/12. അപ്പൊ അതിന്റെ വാല്യൂ ഒരു തന്നിരിക്കുന്നത് എത്ര? 16. അപ്പോ നോക്കിയേ, 4 ക്യാൻസൽ ആയി പോയി. 48 49 m is equal to 7 കഴിഞ്ഞു. m plus n is equal to 18. കണ്ടോ? ഇതൊക്കെ അടിച്ച് കിട്ടുന്നവരുണ്ടാവും ഭാഗ്യവാന്മാർ. ഓക്കെ, കാര്യമായ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് 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 യെസ്. അടുത്തത് ലെറ്റ് 6 നമ്പർ 2023 ക്വസ്റ്റ്യൻ ട്ടാ. Let 6 numbers A1, A2, A3, A4, A5, A6 be in AP. A1 plus A3 is 10. The mean of the 6 numbers is 19/2 and their variance is sigma square. Then 8 sigma square is equal to. Let 6 numbers A1, A2, A3, A4, A5, A6 be in AP and A1 plus A3 is 100. The mean of the 6 numbers is 19/2. Variance is sigma square, 8 sigma square. അപ്പോ നോക്കട്ടെ, മീൻ ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ്. മീൻ ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ്. കാരണം എന്താ? സം എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു n/2 n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഈസി ടു മോഡറേറ്റ് ആണ് ചോദിക്കുന്നത്. അതെ, നമ്മൾ ഈസി ടു മോഡറേറ്റ് പറയുന്നത് എങ്ങനെയാണ്? കമ്പയർ ടു റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ്. മാത്തമാറ്റിക്സിലെ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസിയാണ്. ഓക്കെ, പിന്നെ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ചിലർക്കൊക്കെ കിട്ടാം. കാരണം ഒരു കൊല്ലം 24 എക്സാം നടക്കുമ്പോൾ ചില ഷിഫ്റ്റ് ഒക്കെ ടഫ് വരും നാച്ചുറലി കേട്ടോ. റൈറ്റ്, അപ്പൊ നോക്കിക്കേ, മീൻ ഓഫ് ദ 6 നമ്പേഴ്സ്. മീൻ ഓഫ് ദ 6 നമ്പേഴ്സ് എന്ന് എന്തായിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ് 19/2. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 19 കിട്ടി. പിന്നെ A1 പ്ലസ് A3 തന്നിരിക്കണത് എത്രയാ? 10 കിട്ടി. ഓക്കെ, എടാ ഇത് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ പോരെ? ഈ സംഭവം തമ്മിൽ ഡിഫറൻസ് എടുക്കുക, ഇത് ഡിഫറൻസ് എടുക്കുക. അപ്പൊ A6 മൈനസ് A3, അതായത് 3D വ്യത്യാസം ഉണ്ടാവുക. ഡിഫറൻസ് എടുത്താൽ 3D ആണ്. 3D വ്യത്യാസം ഉണ്ടാവുക. 3D 9 കിട്ടി. അപ്പൊ D is equal to 3 കിട്ടി. D is equal to 3 കിട്ടി. ഇനി സിഗ്മ സ്ക്വയർ എന്താ? D സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ മൈനസ് 1/12 ആണ്. അപ്പൊ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം D സ്ക്വയർ 9 ഇൻറ്റു n സ്ക്വയർ. n സ്ക്വയർ എത്ര? 6 സ്ക്വയർ മൈനസ് 1/12. അപ്പൊ 9 ഇൻറ്റു 35/12. നമ്മളടുത്ത് 8 സിഗ്മ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 8 ഇൻറ്റു 9 ഇൻറ്റു 35 ഡിവൈഡ് ബൈ 12. അപ്പോ 6 70 210 എന്ന് വരും. 210 അല്ലേ ആൻസർ? യെസ്, 210 ഇസ് ദ റൈറ്റ് ആൻസർ. ഞാൻ എന്താ ചെയ്തത്? 9 8 72 72 12 ക്യാൻസൽ ആയിപ്പോയി. അത് 6 ആണ്. 6 ഇൻറ്റു 35 എന്ന് പറഞ്ഞാൽ
70ന്റെ 3 ഇരട്ടി 210. എന്താ ഞാൻ ചെയ്തെന്ന് മനസ്സിലായില്ലേ? 9 8 72 72/12 6 6 × 35 എന്ന് പറഞ്ഞാല് 70ന്റെ 3 ഇരട്ടി 210. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഫൈൻഡിങ് മിസ്സിംഗ് ഒബ്സർവേഷൻ ഫ്രം ഗിവൺ മീൻ ആൻഡ് വേരിയൻസ്. അടുത്ത ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. ഫൈൻഡിങ് മിസ്സിംഗ് ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. നമുക്ക് കുറെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും, 2 എണ്ണം മിസ്സിംഗ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് വേരിയൻസും മീനും തന്നിട്ടുണ്ടാവും. എന്തൊക്കെ തന്നിട്ടുണ്ടാവും? ഓൾ ഒബ്സർവേഷൻസ് എക്സെപ്റ്റ് 2. ഓക്കെ, ഇത് തന്നിട്ടുണ്ടാവും. ഓക്കെ, മീന് തന്നിട്ടുണ്ടാവും, വേരിയൻസ് തന്നിട്ടുണ്ടാവും. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മിസ്സിംഗ് 2 ഒബ്സർവേഷൻസ്. ഇതായിരിക്കും ചോദ്യം. ഫൈൻഡ് ദ 2 മിസ്സിംഗ് ഒബ്സർവേഷൻസ്, ഇതായിരിക്കും ചോദ്യം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. 2 ഇക്വേഷൻ 2 അൺനൗൺസ് ഫോം ചെയ്യാൻ പറ്റും. ഫോം 2 ഇക്വേഷൻസ് and 2 unknowns. ഓക്കെ, 2 equations and 2 unknowns. എങ്ങനെ മിസ്സിംഗ് ആയുള്ള സാധനം എങ്ങനെ 2 ഇക്വേഷൻസ് ഫോം ചെയ്യാന്നുള്ളത് പറഞ്ഞത് ശ്രദ്ധിച്ചേ. നമുക്കറിയാം, മീൻ ഉപയോഗിച്ചിട്ട് σxi/n ആണല്ലോ നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? σxi = nx ബാർ എന്ന് എഴുതാൻ പറ്റും. ഇതൊരു ഇക്വേഷൻ ആയിരിക്കും. എന്തായത് ഇതൊരു ഇക്വേഷൻ എന്ന് പറയാൻ കാരണം, ഇതില് ഈ n അറിയുന്നതായിരിക്കും. ഓക്കെ, n നമുക്ക് അറിയുന്നുണ്ടാവും, എക്സ് ബാർ നമുക്ക് അറിയുന്നുണ്ടാവും. ഈ σxi ആണ് എന്ത് മിസ്സിംഗ് ഉണ്ടാവുക? σxi എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സമ്മ്, 2 എണ്ണം മിസ്സിംഗ് ഉണ്ടാവും, ബാക്കിയുള്ളത് മുഴുവൻ എഴുതാം. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും? എന്താ ഞാൻ പറഞ്ഞത്? σxi = nx ബാർ എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ σxi എഴുതി നോക്കുമ്പോൾ കുറേ ഒബ്സർവേഷൻ നമുക്കറിയാം, 2 എണ്ണം മിസ്സിങ്. അപ്പൊ എക്സും വൈ ആണ് അൺനൗൺസ് ആണെങ്കിൽ, എക്സും വൈ ആണ്, അല്ലെ എയും ബി ആണ് അൺനൗൺസ് എങ്കിൽ, എയും ബിയും അൺനൗൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a + b എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ്. ഇനി അടുത്ത നമുക്ക് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. അടുത്ത നമ്മുടെ റിസൾട്ട് എന്താ? σ² എന്ന് പറഞ്ഞ സാധനം σxi² / n - x ബാർ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇതിന്ന് σxi² = n × σ² + x ബാർ സ്ക്വയർ എന്ന് കിട്ടും അടുത്ത റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ നമുക്കറിയാം? ഇതിൽ നമുക്ക് σ² അറിയാം, കാരണം തന്നിട്ടുണ്ടാവും. വേരിയൻസ് തന്നിട്ടുണ്ടാവും. ഇത് അറിയാം, മീൻ അറിയാം, n അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിലാണ് 2 അൺനൗൺസ് ഉണ്ടാവുക. ഇതിൽ 2 അൺനൗൺസ് രണ്ട് മിസ്സിംഗ് അൺനൗൺസ് ഉണ്ടാവും. അപ്പൊ ആ അൺനൗൺസിന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? a² + b² = സംതിങ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ a + b നമുക്ക് കിട്ടും, a² + b² കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ പറയുന്നേക്കാൾ ഉപരി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ പിടി കിട്ടും. ക്വസ്റ്റ്യനിലേക്ക് പോലെ ഇത് ഓക്കെ ആണോ? അതായത് ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും NCERT-യിലുള്ള ടൈപ്പ് ചോദ്യം കേട്ടോ. അത് NCERT-യിലുള്ള ടൈപ്പ് ചോദ്യം, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. The mean and variance of 6 observations 7, 10, 11, 15, A, B are 10 and 20/3 respectively. Find the value of modulus of A minus B. അൺനോൺസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ബേസിക്കലി. അതായത് മീന് തന്നിട്ടുണ്ടാവും, വേരിയൻസ് തന്നിട്ടുണ്ടാവും, എല്ലാ ഒബ്സർവേഷൻസും എക്സെപ്റ്റ് 2 എണ്ണം തന്നിട്ടുണ്ടാവും. അതിനെ എയും ബി എന്ന് വിളിച്ചാൽ you have to find those unknowns using the given information. അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതാൻ പോണ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇക്വേഷൻ നമ്പർ 1 എന്താ? σxi = nx ബാർ.
അപ്പൊ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് 7 പ്ലസ് 10 പ്ലസ് 11 പ്ലസ് 15 പ്ലസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 10. അപ്പൊ ഇതിന്ന് എ പ്ലസ് ബി കിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇക്വേഷൻ. അപ്പൊ ഇതിന്ന് എ പ്ലസ് ബി കിട്ടും, ഇതിന് എ പ്ലസ് ബി കിട്ടും. കാരണം ഇവിടെ 26, 33, 43. അപ്പൊ 60 മൈനസ് 43 എ പ്ലസ് ബി സീക്വൽ ടു 17 കിട്ടി. കണ്ടോ? സിമ്പിൾ ഒരു ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടാ ഓക്കെ ആണെങ്കിൽ മിണ്ടാതിരിക്കാതെ ഇടയ്ക്കൊരു ലൈക്ക്, ഇടയ്ക്കൊരു തംസപ്പ്, ഇടയ്ക്കൊരു ഫയർ ഒക്കെ ഇട്ടോളൂ, എന്നാലേ അറിയുള്ളൂ. യാ, ഇനി അടുത്ത ഫോർമുല എന്താ? ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ ഫോർമുല പറഞ്ഞു നമ്മള്. രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് എക്സ് ബാർ സ്ക്വയർ, റൈറ്റ്? അപ്പൊ 7 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞത് 20/3 പ്ലസ് 10 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോ ഇത് ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. 49 പ്ലസ് 100 പ്ലസ് 121 പ്ലസ് 225 495 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു അവിടെ 600 640. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 145 നമുക്ക് കിട്ടി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 145 നമുക്ക് കിട്ടി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം. എ സ്ക്വയർ എ പ്ലസ് ബി അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം. മോഡുലസ് ഓഫ് എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ് ചോദ്യം. മോഡുലസ് ഓഫ് എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ് ചോദ്യം. നിങ്ങൾക്ക് എ പ്ലസ് ബി അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം എങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് ഈ എ പ്ലസ് ബിനെ സ്ക്വയർ ചെയ്യാം. എ പ്ലസ് ബിനെ സ്ക്വയർ ചെയ്താൽ അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? അതിന്ന് എ ബി കണ്ടുപിടിക്കാം, അതിന്ന് എ ബി കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബി അറിയാം, എ പ്ലസ് ബി അറിയാം, അതിന്ന് എയും ബിയും കണ്ടുപിടിക്കാം. പക്ഷെ മോസ്റ്റ്ലി അത് ആവശ്യം വരില്ല. പലപ്പോഴും നിങ്ങൾക്ക് ഒബ്സർവേഷൻ കൂടെ പറയാൻ പറ്റും. ഏത് രണ്ട് നമ്പർ ആഡ് ചെയ്താലാണ് 17 കിട്ടുക, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ 145 കിട്ടുക, പെട്ടെന്ന് പറയാൻ പറ്റും. പെട്ടെന്ന് പറയാൻ പറ്റും. 9ഉം 8ഉം അല്ലേ? 9ഉം 8ഉം അല്ലേ? നോക്കിക്കേടാ. കാരണം 81 പ്ലസ് 64 145. കണ്ടോ? പെട്ടെന്ന് പറയാം. അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്താന്ന് കിട്ടും? 1 ആന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് ആക്ച്വലി സോൾവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി റൂട്ട് ഓവർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ദിസ് ഇസ് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം, എ ബി എവിടെ നിന്ന് കിട്ടും? 2ab എവിടെ നിന്ന് കിട്ടും? 2ab കിട്ടാൻ വിഷമമൊന്നുമില്ല. 2ab എന്ന് പറഞ്ഞ സാധനം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അത് അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഇസ് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, പിന്നെ മൈനസ് 2ab എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ദിസ് ഇസ് ഗോയിങ് ടു ബി റൂട്ട് ഓവർ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇതാണ് മോഡുലസ് ഓഫ് എ മൈനസ് ബി. ഇതിൽ നമുക്ക് എടാ ഇത് നോക്കിയാൽ മതി, ഇത് സിമ്പിളാ. 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, 2a സ്ക്വയർ 2b സ്ക്വയർ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആയി മാറും. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആയി മാറും. ഈ സാധനം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആയി മാറും. അത്രേ ഉള്ളൂ. അപ്പൊ ദിസ് ഇസ് റൂട്ട് ഓവർ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാടാ? 145 മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 17 സ്ക്വയർ. അപ്പൊ റൂട്ട് ഓവർ 290 മൈനസ് 289. അപ്പൊ റൂട്ട് 1 കിട്ടും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ അത് പറയാം. 9ഉം 8ഉം ആണെന്ന് പറയാം. 9ഉം 8ഉം ആണെന്ന് ഒബ്സർവേഷനിൽ കൂടെ തന്നെ പറയാം. 9ഉം 8ഉം ആണെന്ന് ഒബ്സർവേഷനിൽ കൂടെ പറയാം. ക്ലിയർ അല്ലേ? 9ഉം 8ഉം ആണെന്ന് ഒബ്സർവേഷനിൽ കൂടെ തന്നെ പറയാം.
യെസ്, ഓക്കെ. അടുത്ത നോക്കി 2022 ചോദ്യം. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ ഡേറ്റ 4, 5, 6, 6, 7, 8 XY. ഇപ്പൊ 2, 4, 6, 8 ഉണ്ട്. X less than Y are 6 and 9/4 റെസ്പെക്റ്റീവ്ലി. X⁴ plus Y². അഗൈൻ XY കണ്ടുപിടിക്കല്. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു പോവാട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു പോവാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. സിഗ്മ XI ഈസ് ഈക്വൽ ടു NX ബാർ. അപ്പൊ സിഗ്മ XI എന്ന് പറഞ്ഞാൽ എന്താ? 4 + 5 + 6 + 6 + 7 + 8 + X + Y ഈസ് ഈക്വൽ ടു NX ബാർ. എത്ര ഉണ്ട്? 2, 4, 6, 8. 8 ഇൻറ്റു മീന് 6, 48. അപ്പൊ X + Y ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? 15, 10, 10 + 12 + 15 മൈനസ് 40. 11 X + Y കിട്ടുന്നത്. പതിനൊന്നല്ല അല്ലേ? കാരണം ഇത് 9 + 12 + 15 36. 12 വരണേ. 12. കാൽക്കുലേറ്റർ പറ്റിച്ചു. 12 ആൻസർ. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് എന്താ പറയണത്? സിഗ്മ XI² ഈസ് ഈക്വൽ ടു N ഇൻറ്റു σ² + X⁻². അപ്പൊ ഇത് നമുക്ക് എന്താ കിട്ടാൻ പോണത്? 4² + 5² + 6² + 6² + 7² + 8² + X² + Y² ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു σ². σ² എന്ന് പറഞ്ഞ സാധനം വേരിയൻസ് തന്നിട്ടുണ്ട്. വേരിയൻസ് എത്രയാണ്? 9/4 ആണ്. മീനിന്റെ സ്ക്വയർ 6². അപ്പൊ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പോണത് 16 + 25 + 36 + 36 + 49 + 64. അപ്പൊ 226 + X² + Y² ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 8, 288 + 18, 306 എന്ന് വരും. 306. അപ്പൊ X² + Y² ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. 80. X² + Y² ഈസ് ഈക്വൽ ടു 80. X² + Y² ഈസ് ഈക്വൽ ടു 80. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. X + Y 12, X² + Y² ഈസ് ഈക്വൽ ടു 80. എന്ത് ചെയ്യും നമ്മള്? X + Y ഈസ് ഈക്വൽ ടു 12, X² + Y² ഈസ് ഈക്വൽ ടു 80 കിട്ടി. എന്ത് ചെയ്യും നമ്മള്? എക്സും വൈയും കണ്ടുപിടിക്കണം. അഗൈൻ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒബ്സർവേഷൻ നോക്കുക. 80 അല്ലേ? 64 16 അല്ലേ? 64 16. അപ്പൊ 8 4 ആണ് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് 8 4 ആണ്. അതിൽ വലിയ നമ്പറാണ് ചെറിയ നമ്പർ എക്സും വലിയ നമ്പർ വൈയും. കഴിഞ്ഞു. യെസ്. അപ്പൊ എക്സിന്റെ പവർ 4 എന്ന് പറഞ്ഞാൽ 4⁴ + 8². 2⁴ 256 + 64 320 അല്ലേ? 320 ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. 320 ഇസ് ദ റൈറ്റ് ആൻസർ. 320 ഇസ് ദ റൈറ്റ് ആൻസർ. 320 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 320 ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്. അടുത്തത്, let the mean and variance of 4 numbers 3, 7, X, Y be 5 and 10 respectively. Then the mean of the 4 numbers 3 + 2X, 7 + 2Y, X + Y and X - Y is. Again X, Y കണ്ടുപിടിക്കാനുള്ള ചോദ്യം. Again X and Y കണ്ടുപിടിക്കാനുള്ള ചോദ്യം. Mean and variance of 4 numbers തന്നിട്ടുണ്ട്. 3, 7, X, Y അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ ഇക്വേഷൻ സിഗ്മ XI ഈസ് ഈക്വൽ ടു NX ബാർ. അപ്പൊ 3 + 7 + X + Y ഈസ് ഈക്വൽ ടു N എത്രയാ? 4 ഇൻറ്റു X ബാർ എത്രയാ? 5. അപ്പൊ ഇതിൽ നിന്ന് X + Y ഈസ് ഈക്വൽ ടു 20 - 10 10 എന്ന് കിട്ടി. ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്ത നോക്കിക്കേ, സിഗ്മ XI² ഈസ് ഈക്വൽ ടു N ഇൻറ്റു σ² + X ബാർ സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് കിട്ടാൻ പോണത് 3² + 7² + X² + Y² ഈസ് ഈക്വൽ ടു
4 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് വേരിയൻസ് 10. അപ്പോൾ 25, 35, 140. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടാൻ പോണേ നോക്കാം. 140 മൈനസ് 9 മൈനസ് 49, 82 എന്ന് കിട്ടും. അപ്പോൾ അഗെയിൻ ഇത് നോക്കിക്കൊണ്ട് ഉത്തരം പറയാം. എക്സ് പ്ലസ് വൈ 10ഉം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 82 ആണെങ്കിൽ എന്താണ്, എക്സ് വൈയും ഏതൊക്കെ നമ്പേഴ്സാന്ന് മനസ്സിലായി. എക്സും വൈയും ഏതൊക്കെ നമ്പേഴ്സ്, 9ഉം 1ഉം അല്ലേ. വലിയ നമ്പറിനെ എക്സ് എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വലിയ നമ്പറിനെ എക്സ് എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് 9, 1 നമ്പേഴ്സ്. അപ്പൊ മീൻ ഓഫ് ദ 4 നമ്പേഴ്സ് ഏതൊക്കെയത്, 3 + 2x എന്ന് പറഞ്ഞാല് 21, 7 + 2y എന്ന് പറഞ്ഞാല് 7 + 2 9, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാല് 10, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 8. ഇതിന്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ 21 + 9 + 10 + 8/4 30, 48, 12 കിട്ടും. 12 ആൻസർ. 12 is the answer. ഓക്കെ, ഇതെങ്ങനെ സ്പീഡിൽ ചെയ്യണമെന്ന് നോക്കുക. ഒന്നും നോക്കണ്ട, പകച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ചെയ്യാം കേട്ടോ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണ്ട, മൈനാക്കണ്ട. ഞാനിനി എൻട്രൻസ് എക്സാംസ് ഒന്നും എഴുതാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ അതൊക്കെ ഓൾറെഡി എഴുതി പാസ്സായതാണ്. ഇനി ഞാൻ എൻട്രൻസ് പരീക്ഷകൾ എഴുതാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ 6, 10, 7, 13, A, 12, B, 12 are 9 and 37/4, then A minus B whole square is equal to. സെയിം ക്വസ്റ്റ്യൻ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് എളുപ്പത്തിൽ വേഗം പറഞ്ഞ, എൻ്റെ അടുത്ത് വേഗം ഉത്തരം പറഞ്ഞേ. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇത് 16, 23, 36, 36, 24, 60, 60 + A + B. 60 + A + B is equal to 72. 60 + A + B is equal to 72 എന്ന് കിട്ടി. A + B is equal to 12. ഒറ്റയടിക്ക് ഒരു ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എന്താ? 36 + 100 + 49 + 169 + A സ്ക്വയർ + 144 + B സ്ക്വയർ + 144 is equal to എത്ര? 2, 4, 6, 8. 8 ഇൻറ്റു മീനിന്റെ സ്ക്വയർ എത്രയാ? 9 സ്ക്വയർ + 37/4. അപ്പോ 81 × 8 + 74, 722. അപ്പൊ ഇതിന്ന് A സ്ക്വയർ + B സ്ക്വയർ is equal to -36, -100, -49, -169, -144, -144, 80 എന്ന് കിട്ടും. A സ്ക്വയർ + B സ്ക്വയർ is equal to 80 എന്ന് കിട്ടും. അപ്പൊ A + B is equal to 12, A സ്ക്വയർ + B സ്ക്വയർ is equal to 80. A + B is equal to 12, A സ്ക്വയർ + B സ്ക്വയർ is equal to 80. അപ്പൊ A എന്ന് പറയുന്ന സംഭവം ആലോചിക്കുക, B എന്താണ് പെട്ടെന്ന് പറയാം. എയും ബിയും എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ വന്ന ഒരു ചോദ്യത്തില്ല, 4ഉം 8ഉം അല്ലെങ്കിൽ 8ഉം 4ഉം 2 പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് A - B ഹോൾ സ്ക്വയർ ആണ്. A - B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. A - B ഹോൾ സ്ക്വയർ is equal to 16. കുഴപ്പമില്ലല്ലോ. Yes, very good. Okay, next question. The mean of 6 distinct observations is 6.5. Their variance is 10.25. 4 out of 6 observations are 2, 4, 5, 7. Then the remaining 2 observations are, again വേഗം പറഞ്ഞേ. 2, 4, 5, 7 എന്ന് പറയുമ്പോൾ 6, 11, 18 + A + B is
6 into 6.5 39. അപ്പോൾ a plus b is equal to 21. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക്. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? രണ്ടാമത്തെ ഇക്വേഷൻ 2 square plus 4 square plus 5 square plus 7 square is equal to n into എത്ര 6 into 6.5 square plus variance 10.25. അപ്പോൾ സിംപ്ലിഫൈ, ഇവിടെ a square plus b square ഉണ്ട് കേട്ടോ. അപ്പോൾ 6.5 into 6.5 ചെയ്യുക പ്ലസ് 10.25 ചെയ്യുക. ഇവിടെ 315 വന്നിരിക്കണേ. ദിസ് ഈസ് ഈക്വൽ ടു 315. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതിൽ നിന്ന് എന്തൊക്കെ പോകണം? 4 പോകണം, 16 പോകണം, 25 പോകണം, 49 പോകണം, 221. അപ്പൊ എ പ്ലസ് ബി 21, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 221. വേഗം ആയിക്കോട്ടെ. അപ്പൊ പെട്ടെന്ന് നോക്കി, ഓപ്ഷൻ നോക്കി 10ഉം 11 അല്ലെ? ഓപ്ഷൻ നോക്കി 10ഉം 11, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇനി തൊട്ട് ഓപ്ഷൻ അവരിങ്ങനെ കൊടുക്കൂല, ഗസ് ചെയ്യുമല്ലോ. അതുകൊണ്ട് 2023 വന്നപ്പോ ഇത് ഓക്കെ അല്ലേടാ? ഇനി മൈൻഡിൽ ചെയ്തൂടെ ഈ പ്രോബ്ലം? ആ രീതിയിലേക്ക് എത്തി അല്ലേ? 2023 ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2023 ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2023 ക്വസ്റ്റ്യൻ നോക്കൂ. The mean and variance of 5 observations are 5 and 8 respectively. 3 observations are 1, 3, 5. Then the sum of the cubes of the remaining 2 observations. Mean and variance of 5 observations. 5ഉം 8 ആണ് തന്നിട്ടുണ്ട്. 3 of the observation. അടുത്ത എക്സും വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 plus 3 plus 5 plus x plus y is equal to nx bar. nx bar എന്ന് പറയുമ്പോൾ 5 into 5. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 25 മൈനസ് 9 16. ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞേ. 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് വേരിയൻസ് എത്ര? 8. അപ്പോൾ 25 പ്ലസ് 8 33. അപ്പോൾ 165 ഇവിടെ വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 25ഉം പോയി 10ഉം പോയി 35 130 വന്നു അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 130 വന്നു. അപ്പൊ അഗൈൻ ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കിലേക്ക് പോകണം കേട്ടോ. എക്സ് പ്ലസ് വൈ അറിയാം, എക്സ് ഇൻറ്റു വൈ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ 16 വരുമ്പോൾ 481ഉം 49ഉം. അപ്പൊ 7ഉം 9ഉം ആണ് കേട്ടോ. 7ഉം 9ഉം ആണ്. 7ഉം 9ഉം ആണ് ആൻസർ. 7ഉം 9ഉം. കാരണം 49 പ്ലസ് 81 ഇത് 16ഉം തരും. ഈ സമ്മ എത്ര വരും? 130ഉം തരും. ഇനി അവർ ചോദിച്ചിരിക്കുന്ന 7 ക്യൂബ് പ്ലസ് 9 ക്യൂബ്. 7 ക്യൂബ് 343 പ്ലസ് 9 ക്യൂബ് 729. 343 പ്ലസ് 729. 1072. 1072, യെസ്, വെരി ഗുഡ്. 1072 കിട്ടി. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായേ. നമ്മൾ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനിയും 1-2 ടൈപ്പും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായിക്കോ. ഈ ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിച്ചാൽ അത് വർത്താണ്. അതിന് മാത്രം സമയം, ആഴ്ചകളോ മാസങ്ങളോ ഒന്നും സ്പെൻഡ് ചെയ്യാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസിങ് റോങ് ഡേറ്റ വിത്ത്
കറക്റ്റ് ഡേറ്റ. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഓക്കെ, റീപ്ലേസിങ് റോങ് ഡേറ്റ വിത്ത് കറക്റ്റ് ഡേറ്റ. അപ്പൊ എങ്ങനെയാണ് ഇതിലെ ചോദ്യം വരികയെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയണ്ട, ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടാവും. ആ സിറ്റുവേഷൻ പ്രകാരം അവർ n തന്നിട്ടുണ്ടാവും, എക്സ് ബാർ തന്നിട്ടുണ്ടാവും, സിഗ്മ സ്ക്വയർ തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവർ പറയുകയാണ് എന്താ വെച്ചാൽ, ഇതിൽ ഈ മൊത്തം ഡേറ്റ സെറ്റിൽ യു ഹാവ് ടു റീപ്ലേസ് സം ഡേറ്റ വിത്ത് കറക്റ്റ് ഡേറ്റ. ഓക്കെ, അപ്പൊ പുതിയ n എന്താണ്, പുതിയ എക്സ് ബാർ എന്താണ്, സിഗ്മ സ്ക്വയർ എന്താണ് എന്ന് കണ്ടുപിടിക്കലായിരിക്കും ചോദ്യം. n നമുക്ക് ഓൾറെഡി പുതിയ n കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കാരണം എത്ര എണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളത് നോക്കിയാൽ നമുക്ക് പുതിയ n കിട്ടും. അപ്പൊ പുതിയ എക്സ് ബാറും പുതിയ സിഗ്മ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചെയ്യേണ്ടത് വളരെ സിമ്പിളാ. എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കാം. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള n ഉണ്ടാവും, എക്സ് ബാർ ഉണ്ടാവും, സിഗ്മ സ്ക്വയർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ എക്സ് ഐ കണ്ടുപിടിക്കാം. ഓക്കെ, സിഗ്മ എക്സ് ഐ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, n എക്സ് ബാർ കണ്ടു. ഇത് ഉപയോഗിച്ച് ഫൈൻഡ് സിഗ്മ എക്സ് ഐ. ഇതിന്റെ സ്റ്റെപ്പാണ് ഞാൻ പറയണം കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് സിഗ്മ എക്സ് ഐ, അത് n എക്സ് ബാർ കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഫൈൻഡ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, അതെന്ത് കിട്ടും, n ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. ഇതും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി കറക്ഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ കറക്ഷൻ. അപ്ലൈ കറക്ഷൻസ്. അപ്ലൈ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ മാറി വേറെ നമ്പർ വരെയാണ്, അല്ലെങ്കിൽ രണ്ട് നമ്പർ മാറി പുതിയൊരു നമ്പർ വരെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സമ്മിൽ എന്ത് ചെയ്യും, അപ്ലൈ കറക്ഷൻസ് ഇൻ സിഗ്മ എക്സ് ഐ ആൻഡ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പൊ എങ്ങനെ കറക്ഷൻ ചെയ്യാം? അപ്പൊ ഫോർ എക്സാമ്പിൾ സമ്മില് 10 എന്ന് പറഞ്ഞ നമ്പർ പോയിട്ട് 11 വരിക എന്ന് പറയാം. 10 കുറയ്ക്കുക, 11 കൂട്ടുക. സിഗ്മ എക്സ് ഐ സ്ക്വയറിലോ 10ന്റെ സ്ക്വയർ ഒഴിവാക്കിയിട്ട് 11ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. മനസ്സിലായോ? സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ കറക്ഷൻസ് ഇൻ സിഗ്മ എക്സ് ഐ ആൻഡ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയ ഡാറ്റ ഉപയോഗിച്ച് സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്ലൈ കറക്ഷൻസ് ഇൻ സിഗ്മ എക്സ് ഐ ആൻഡ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ന്യൂ വാല്യൂസ് ഓഫ് എന്ത്, എക്സ് ബാർ ആൻഡ് സിഗ്മ സ്ക്വയർ. അതെങ്ങനെ, ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എന്നും, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് സിഗ്മ എക്സ് ഐയും സിഗ്മ എക്സ് ഐ സ്ക്വയർ വാല്യൂസ് കണ്ടുപിടിക്കുക. കറക്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. എന്തില്, സിഗ്മ എക്സ് ഐയിലും സിഗ്മ എക്സ് ഐ സ്ക്വയറിലും കറക്ഷൻസ് അപ്ലൈ ചെയ്യാൻ പോകണം. അതിനുശേഷം പുതിയ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പുതിയ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യണം, നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കണേ. The mean and standard deviation of 40 observations are 30 and 55 respectively. It was noticed that 2 of these observations, 12 and 10, were wrongly recorded. If sigma is the standard deviation of the data after omitting the 2 wrong observations from the data, then 38 sigma square is equal to. അതായത് ഒന്നുമില്ല, കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്, അതിലെന്തോ കുറച്ച് നമ്മൾ കറക്ഷൻസ് വരുത്താൻ പോവാണ്. കറക്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള വേരിയൻസ് കണ്ടുപിടിക്കാൻ, വേരിയൻസ് അല്ല, ഒരു 38 ടൈംസ് വേരിയൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഓൾഡ് വാല്യൂസ് നോട്ട് ചെയ്യുക. ഓൾഡ് വാല്യൂസ് എന്താണ്, n is equal to 40 ആണ്, എക്സ് ബാർ എന്ന് പറഞ്ഞ സാധനം 30 ആണ്, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 25 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകുന്നു. സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന സാധനം എന്തായിരിക്കും, എൻ എക്സ് ബാർ ആണ്, അത് 1200 കിട്ടി. ഓക്കെ, അതുപോലെ സിഗ്മ എക്സ് ഐ സ്ക്വയർ അല്ല, സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാം. അതെങ്ങനെ വരാൻ പോണത്, എൻ ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ പ്ലസ്
സിഗ്മ സ്ക്വയർ. ഓക്കെ, അതെത്ര വരാൻ പോണത്? 40 × 30 സ്ക്വയർ പ്ലസ് 25. ഇപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ആണ് നമുക്ക്. 925 × 40 37,000. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്ലൈ കറക്ഷൻസ്. ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? 2 ഒബ്സർവേഷൻസ് റിമൂവ് ചെയ്യാൻ പോവാം, റിജക്റ്റ് ചെയ്യാൻ പോവാം. 2 ഒബ്സർവേഷൻസിനെ എടുത്ത് കളയാൻ പോവാ. അപ്പൊ n വാല്യൂ 38ആയി. ഓക്കെ, സിഗ്മ xi എന്തായി മാറി? 1200 നിന്ന് എന്തൊക്കെ പോയി? 12ഉം 10ഉം പോയി. അപ്പൊ 1178ആയി. 1178. ക്ലിയർ അല്ലേ? സിഗ്മ xi സ്ക്വയർ എന്തായി ഉണ്ടാവൂടാ? സിഗ്മ xi സ്ക്വയർ എന്തായിരിക്കും? 37,000 നിന്ന് എന്തൊക്കെ പോകുന്നു? 12ന്റെ സ്ക്വയറും പോകുന്നു, 10ന്റെ സ്ക്വയറും പോകുന്നു. 37,000 നിന്ന് 144 പോകുന്നു, 100ഉം പോകുന്നു. അപ്പൊ 36,756 കിട്ടി. 36,756. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ന്യൂ വാല്യൂസ്. അപ്പൊ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? സിഗ്മ xi സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ xi ബൈ n ദി ഹോൾ സ്ക്വയർ. അപ്പൊ ന്യൂ വാല്യൂസ് ഉപയോഗിക്കാം. സിഗ്മ xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36,756 ഡിവൈഡ് ബൈ n ഇപ്പം 38 മൈനസ് സിഗ്മ xi എന്ന് പറഞ്ഞ സാധനം 1178 ഡിവൈഡ് ബൈ 38 ദ ഹോൾ സ്ക്വയർ. 1178 ഡിവൈഡ് ബൈ 38 31 വരണേ കേട്ടോ. സോ ദിസ് ഇസ് 36,756 ഡിവൈഡ് ബൈ 38 മൈനസ് 31 സ്ക്വയർ. 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 31 × 31. ദിസ് ഇസ് 36,756 ഡിവൈഡ് ബൈ 38 മൈനസ് 961 വരും. ഇതാണ് സിഗ്മ സ്ക്വയർ. ഇനി അവർ പറഞ്ഞ 38 സിഗ്മ സ്ക്വയർ ചോദിച്ചിരിക്കുന്നത്. 38 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36,756 മൈനസ് 961 × 38. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 238 വരും. 238 കറക്റ്റ് ആൻസർ. കണ്ടോ? 238 അതിന്റെ റൈറ്റ് ആൻസർ. 238 അതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ ഒന്ന് പറഞ്ഞേ. 3 സ്റ്റെപ്പായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അൽഗോരിതം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പഴയ വാല്യൂസ് ഉപയോഗിച്ച് സം ഓഫ് സ്ക്വയർസ് കണ്ടുപിടിക്കുക. പിന്നെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് കറക്ഷൻ ചെയ്യുക. പുതിയ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഗോട്ട് ഇറ്റ്? ഇനി ഇതിലൊരു സ്പെഷ്യൽ ടൈപ്പ് വരും. ആ സ്പെഷ്യൽ ടൈപ്പ് വന്നാൽ നേരെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ആ സ്പെഷ്യൽ ടൈപ്പിനുള്ള ഷോർട്ട് കട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ പറ. ആ സ്പെഷ്യൽ ടൈപ്പിനുള്ള ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാൽ, ബൈ ദ വേ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം. 2023 ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടൈപ്പിനുള്ള ഷോർട്ട് കട്ട് 2023 ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. The mean and variance of 12 observations be 9/2 and 4 respectively. Later on, it was observed that 2 observations were considered as 9 and 10 instead of 7 and 14. അതായത് 7 and 14 ആണ് കറക്റ്റ്, 9 and 10 ഇത് കറക്റ്റ്. ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. കറക്റ്റ് വേരിയൻസ് ഇസ് m/n where m and n are co-prime then m plus ns. കറക്റ്റ് വേരിയൻസ് എന്താണെന്ന് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അത് പകരം ഇവരെയും കുനിഷ്ടാക്കിയ ചോദ്യം കേട്ടോ. കറക്റ്റ് വേരിയൻസ് ഒരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. അതെന്താണോ ചോദിച്ചിരിക്കുന്നത്, അതിന്റെ സം ഓഫ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എഴുതാനാ പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n is equal to 12 ആണ്. പിന്നെ മീൻ എത്രയാ? x bar is equal to 9/2 ആണ്. വേരിയൻസ് എത്രയാ? സിഗ്മ സ്ക്വയർ is equal to 4. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സിഗ്മ xi കണ്ടുപിടിക്കുന്നു. സിഗ്മ xi എന്ന് പറഞ്ഞ സാധനം nx ബാർ ആണ്. സോ 12 × 9/2
54. സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ദിസ് ഇസ് n ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ആണ്. സോ 12 ഇൻറ്റു 81/4 പ്ലസ് 4. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണെന്ന് നോക്കട്ടെ. 81 ഇൻറ്റു 3 പ്ലസ് 48. അപ്പോൾ 291 ആണ് ഇത് വരാൻ. 291. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് പറയണത് വെച്ചാൽ 9 and 10 ഔട്ട് ആക്കണു. 9 and 10 ഔട്ട് ആൻഡ് 7 and 14 ഇൻ. 7 and 14 ഇൻ. അപ്പം എൻ വാല്യൂ പുതിയത് തന്നെ. എൻ വാല്യൂ വ്യത്യാസം വരുന്നില്ല. എൻ വാല്യൂ എന്ന് പറയുമ്പോൾ 12 തന്നെ, അത് കുഴപ്പമില്ല. സിഗ്മ എക്സ് ഐ വാല്യൂ എന്തായി? സിഗ്മ എക്സ് ഐ വാല്യൂ എന്ന് പറയുമ്പോൾ 54 നിന്ന് 9 10 പോയി 7 14 പുറത്തേക്ക് വരുന്നു, പുതുതായി വരുന്നു. 9 10 പോയി 7 14 വരുന്നു. അപ്പം 54ന്റെ കൂടെ നമ്മൾ 19 ഇവിടെ 21, രണ്ടിന്റെ വ്യത്യാസം 56 വരും. സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 291 നിന്ന് 9 സ്ക്വയർ പോയി 10ന്റെ സ്ക്വയർ പോയി 7ന്റെ സ്ക്വയർ വരുന്നു, 14ന്റെ സ്ക്വയർ വരുന്നു. അപ്പോ പ്ലസ് 291 പ്ലസ് 49 മൈനസ് 100 മൈനസ് 81, 355 എന്ന് വരുന്നു. പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ന്യൂ വാല്യൂസ് സിഗ്മ സ്ക്വയർ എന്ന സാധനം സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദി ഹോൾ സ്ക്വയർ. മോശം ഉപയോഗിക്കാൻ പോവാം. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? 291 ഡിവൈഡ് ബൈ n 12 തന്നെ മൈനസ് സിഗ്മ എക്സ് ഐ എന്ന് പറയുന്ന സാധനം 355 കേട്ടോ. 355 ഡിവൈഡ് ബൈ 12 മൈനസ് സിഗ്മ എക്സ് ഐ 54 ഡിവൈഡ് ബൈ 12 ദ ഹോൾ സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 56 ആണ് കേട്ടോ. 56. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 355 ഡിവൈഡ് ബൈ 12 മൈനസ് 56 ബൈ 12 എന്ന് പറയുമ്പോഴേ 56 എന്ത് ക്യാൻസൽ ചെയ്ത് കളയാം? 4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? 4 ക്യാൻസൽ ചെയ്ത് കളയാം. ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. 56 ബൈ 4 അപ്പോൾ ഇൻറ്റു 14, 196 ഡിവൈഡ് ബൈ 9. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. 355 കോമൺ ഡിനോമിനേറ്റർ 36 ആക്കാൻ പോവാം കേട്ടോ. 36 ആക്കുമ്പോൾ 355 ഇൻറ്റു 3 മൈനസ് 196 ഇൻറ്റു 4. 355 ഇൻറ്റു 3 1065 മൈനസ് 196 ഇൻറ്റു 4 784 ഡിവൈഡ് ബൈ 36. അപ്പം 281 ബൈ 36 എന്ന് കിട്ടും. 281 ബൈ 36. ഇത് 281 ബൈ 36 ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. പറ്റില്ല. അപ്പൊ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 281 ബൈ 36 ആണ്. 281 ബൈ 36 ആണ്. അവർ പറയണത് ഇതിന്റെ സം ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പൊ 281 പ്ലസ് 36 7 317. 317 ആണ് അതിന്റെ റൈറ്റ് ആൻസർ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? യാ, കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ പറയടാ. മനസ്സിലായില്ലേ? ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസിങ് എ ബൈ ബി. അതായത് ശ്രദ്ധിക്കണേ, ഒരു ഒബ്സർവേഷൻ മാറി പുതിയത് ഒരെണ്ണം വരികയാണെന്ന് വിചാരിച്ചു. ഒരെണ്ണം മാറ്റി പുതിയത് വരുന്നു. എന്നൊന്നും മാറുന്നില്ല, നമ്പറൊന്നും മാറുന്നില്ല, ഒരെണ്ണം മാറ്റി പുതിയത് വരികയാണെങ്കിൽ എളുപ്പ വഴിയുണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞത് ചേഞ്ച് ഇൻ മീന് ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. അതുപോലെ ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ, ചേഞ്ച് ഇൻ മീ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മ്യൂ ബി മൈനസ് എ ബൈ എന്നും, ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഡെൽറ്റ മ്യൂ ഇൻറ്റു
എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ ആയിരിക്കും. ഇത് ഷോർട്ട് കട്ടാണേ. നമ്മളെ സൈലത്തിലെ കുട്ടികൾക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും സ്ലൈഡിൽ കേട്ടോ. ഇത് പുസ്തകത്തിലൊന്നും ഉണ്ടാവില്ല, സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, ഷോർട്ട് കട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ചേഞ്ച് ഇൻ മ്യൂ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ എനും, ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ ഡെൽറ്റ മ്യൂ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. അപ്പൊ നോക്കിക്കേ, റീപ്ലേസിങ് എ സിംഗിൾ ഒബ്സർവേഷൻ എ വിത്ത് ബി. എ എന്ന് പറഞ്ഞത് ഇൻകറക്റ്റും ബി കറക്റ്റും ആണ് കേട്ടോ. ബി കറക്റ്റ് അങ്ങനെ ആലോചിക്കുക. ബി കറക്റ്റ് ആണ്, എ ഇൻകറക്റ്റും കേട്ടോ. ബി കറക്റ്റ് റീപ്ലേസിങ് എ ബൈ ബി ആണ്. അപ്പൊ ഫോർമുല ഒന്ന് മനസ്സിൽ പറഞ്ഞേ. ബി മൈനസ് എ ബൈ എൻ ആണ് ഡെൽറ്റ എൻ. ഡെൽറ്റ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മ്യൂ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മ്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ മീൻ കേട്ടോ. ഇത് മീൻ, ഒറിജിനൽ മീൻ. ഇത് ചേഞ്ച് ഇൻ മീൻ. ഓക്കെ, അതാണ് ഈ സാധനം. ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. The mean and variance of 10 observation were calculated as 15 and 15 respectively by a student who took by mistake 25 instead of 15 for one observation. The correct standard deviation is. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ NCERT ഉണ്ട് കേട്ടോ. NCERT ഉണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത 3 സ്റ്റെപ്പ് പ്രോസസ്സിന് പകരം ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോവാം. അപ്പം നോക്കിക്കേ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 10 ഒബ്സർവേഷൻസ്. വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാം. n = 10 ആണ്. മീന് മ്യൂ എന്ന് പറയുന്നത് 15 ആണ്. മ്യൂ തന്നെയാണ് എക്സ് ബാർ കേട്ടോ. മ്യൂ എക്സ് ബാർ ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ വേരിയൻസ് 15 ആണ്. ബൈ എ സ്റ്റുഡൻറ് ഹു ടുക്ക് ബൈ മിസ്റ്റേക്ക് 25 ഇൻസ്റ്റെഡ് ഓഫ് 15. അപ്പോൾ കറക്റ്റ് വാല്യൂ 15ഉം റോങ് വാല്യൂ 25 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഡെൽറ്റ മ്യൂ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അപ്പൊ 15 മൈനസ് 25/10 മൈനസ് 1 കിട്ടി. ഇനി എന്താ, ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ എന്താണ്, ഡെൽറ്റ മ്യൂ ഇൻറ്റു ഈ റിസൾട്ട് കേട്ടോ, ഡെൽറ്റ മ്യൂ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ഗോയിങ് ടു ബി -1 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരാൻ പോണത്, 40, മൈനസ് ഡെൽറ്റ മ്യൂ എന്ന് പറയുമ്പോൾ -1, മൈനസ് 2 മ്യൂ എന്ന് പറയുമ്പോൾ 30. അപ്പൊ ദിസ് ഈസ് -1 ഇൻറ്റു 11 -11. അപ്പൊ ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ -11. അപ്പൊ ന്യൂ സിഗ്മ സ്ക്വയർ എന്താ, ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 - 11 4. അപ്പൊ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 2, അതിന്റെ സ്ക്വയർ റൂട്ട് കഴിഞ്ഞു. ഫോർമുല ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അതാ വേണ്ടത്. നമ്മൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്താൽ നിർത്തും കേട്ടോ. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കാം. ഞാനിത് വേഗം ചെയ്തു പോകണമെന്ന് വെച്ചാൽ ഈ ഷോർട്ട് സമയത്തിനുള്ളിൽ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ലൈഡ് ഷെയർ ചെയ്യും, നിങ്ങൾക്ക് ഇത് ഒരു തവണയും കൂടി ചെയ്തു നോക്കാം. ഓക്കെ, ഞാനിതെല്ലാം സ്പീഡിൽ ചെയ്തു പോകണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് മിനിമം സമയത്തിനുള്ളിൽ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി സൈലത്തിലെ ക്ലാസ്സുകൾ അറ്റൻഡ്. എത്ര പേര് നമ്മളെ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞേ. ഞാൻ യൂട്യൂബിലെ ചാറ്റാണ് നോക്കണം. സ്റ്റുഡൻസ് എത്ര പേരുണ്ട്, നമ്മുടെ ആളുകൾ ആരൊക്കെയുണ്ട്, ഇവിടെ സൈലത്തിലെ സ്റ്റുഡൻസ് ആരൊക്കെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പഠിക്കണേന്നൊന്ന് ചാറ്റിലിടാവോ, എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതൊന്നും ചാറ്റിലിടാവോ. വാട്ടെവർ. യെസ്, അപ്പൊ അത് കിട്ടി. നമുക്ക് ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയില്ലേ, ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെക്കണേ. അപ്പൊ ആൻസർ 2 ആണ്. ഇതിന്റെ 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാലേ ചേഞ്ച് ഇൻ വേരിയൻസ് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ വേരിയൻസ് അറിയാമെങ്കിൽ പഴയതിന്റെ കൂടെ ചേഞ്ച് ആഡ് ചെയ്ത പുതിയത് കിട്ടി. ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാല്
നമ്മുടെ ഫോർമുല എന്താ? ചേഞ്ച് ഇൻ വേരിയൻസിനുള്ളതാ. പഴയത് അറിയാമെങ്കിൽ അതിൻ്റെ കൂടെ ചേഞ്ച് ആഡ് ചെയ്യാം. പഴയതിൻ്റെ കൂടെ ചേഞ്ച് ചെയ്താൽ പുതിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേഗം ഒന്ന് ഉത്തരം പറഞ്ഞേ. Mean and standard deviation of 15 observations are found to be 8 and 3 respectively. അപ്പോൾ മീൻ എക്സ് ബാർ 8, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 225 സിഗ്മ സ്ക്വയർ. ഓക്കെ, n 15 ആണ്. ഓൺ റീചെക്കിംഗ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇൻ ദ ഒബ്സർവേഷൻ 20 വാസ് മിസ്റെഡ് ആസ് 5. അപ്പോൾ 20 ആണ് കറക്റ്റ്. ബി റോങ് ആയിട്ട് എടുത്തത് ഇത്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നോക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഷോർട്ട് കട്ട് പഠിപ്പിക്കാനാണ്. അപ്പൊ നോക്കിക്കേ, ചേഞ്ച് ഇൻ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോണത്? അപ്പൊ A5 B20 കേട്ടോ. ചേഞ്ച് ഇൻ മ്യൂ എന്ന് പറയുന്നത് B - A ഡിവൈഡ് ബൈ N ആണ്. അപ്പൊ 20 മൈനസ് A എത്രയാ? A 5 ഡിവൈഡ് ബൈ N എത്രയാ? 15. ദിസ് ഇസ് 1. ഇനി എന്താണ്? ഡെൽറ്റ സിഗ്മ സ്ക്വയർ. ഡെൽറ്റ സിഗ്മ സ്ക്വയർ ആണ് ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ. ഡെൽറ്റ മ്യൂ ഇൻറ്റു A പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. അപ്പൊ ഡെൽറ്റ മ്യൂ എന്ന് പറഞ്ഞാൽ 1, A പ്ലസ് ബി എന്ന് പറഞ്ഞ സാധനം എന്താണ്? 25 മൈനസ് ഡെൽറ്റ മ്യൂ 1 മൈനസ് 2 മ്യൂ എന്ന് പറയുമ്പോൾ മ്യൂ ആണ് കേട്ടത്. 2 മ്യൂ എന്ന് പറയുമ്പോൾ 16. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. 8 ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ. യെസ് കാർത്തിക് പറയടാ. ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ 8 ആണെന്ന് കിട്ടി. അപ്പൊ ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? പഴയത് 225. അല്ല തെറ്റിപ്പോയി. 225 അല്ല അവിടെ, അത് എഴുതിയത് തെറ്റിയിട്ടുണ്ട്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 and 3. സിഗ്മ സ്ക്വയർ ഇവിടെ 9 ആണ് കേട്ടോ. 9. അപ്പൊ 225 അല്ല, തെറ്റിപ്പോയതാ ഞാൻ. ഇവിടെ 9 പ്ലസ് 8 17 എന്ന് കിട്ടും. 17. ന്യൂ സിഗ്മ സ്ക്വയർ 17. ഓക്കെ അല്ലേ? ന്യൂ സിഗ്മ സ്ക്വയർ 17 എന്ന് കിട്ടും. ന്യൂ സിഗ്മ സ്ക്വയർ 17 എന്ന് കിട്ടും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത്. ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 50 ഒബ്സർവേഷൻസ് ആർ 15 and 2 respectively. It was found that one incorrect observation was taken such that sum of the correct and incorrect observation 70. കണ്ടോ, ഇവിടെ എയും ബിയും തന്നിട്ടില്ല. The correct mean is 16, then the correct variance is equal to. ഇവിടെ കണ്ടോ, എയും ബിയും തന്നിട്ടില്ല, പകരം A പ്ലസ് ബി തന്നിരിക്കുക. നമ്മുടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചത് വളരെ എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ? നമ്മുടെ ഷോർട്ട് കട്ടിൽ എയും ബി ഇൻഡിവിജ്വലി അറിയേണ്ട ആവശ്യമില്ല. A പ്ലസ് ബി അറിഞ്ഞാൽ മതി. ഓക്കെ, കറക്റ്റ് മീന് തന്നിട്ടുണ്ട്, കറക്റ്റ് വേരിയൻസ് അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 50 ഒബ്സർവേഷൻസ് ആർ 15 and 2 റെസ്പെക്റ്റീവ്ലി. കറക്റ്റ് മീൻ 16 ആണെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് മീൻ 16 ആണെങ്കിൽ ഡെൽറ്റ മ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എന്താണ്? കറക്റ്റ് 16 ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ മ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ചേഞ്ച്. പഴയത് പ്ലസ് കറക്റ്റ്, പഴയത് പ്ലസ് ചേഞ്ച് ആഡ് ചെയ്താലാണ് പുതിയത് കിട്ടുക, കറക്റ്റ് കിട്ടുക. അപ്പൊ ചേഞ്ച് ഇൻ മ്യൂ 1 ആണെന്ന് കിട്ടി. കാരണം എന്താ? ഇതൊരു ഡിഫറൻസ് എടുത്താൽ മതി. 15 16. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഡെൽറ്റ മ്യൂ ഇൻറ്റു A പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. ഓക്കെ, അപ്പൊ ഡെൽറ്റ മ്യൂ 1 ആണ്. A പ്ലസ് ബി എത്ര പറഞ്ഞിരിക്കുന്നത്? 70 മൈനസ് 1 മൈനസ് 2 മ്യൂ. 2 മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാടാ? 2 × 15. ഓക്കെ, അപ്പോ ഇവിടെ 70 മൈനസ് 40 39 കിട്ടും. 39. അപ്പൊ കറക്റ്റ് വേരിയൻസ് എത്രയായിരിക്കും? കറക്റ്റ് വേരിയൻസ് പറഞ്ഞാല് പഴയ വേരിയൻസ് എത്ര? 2 ആണല്ലോ. 2 സ്ക്വയർ പ്ലസ് 39 43 എന്ന് കിട്ടും.
43. കറക്റ്റ് വേരിയൻസ് നോക്കുക. പഴയ വേരിയൻസ്, പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 2. 2 സ്ക്വയർ ആണ് വേരിയൻസ്. ചേഞ്ച് വന്നിരിക്കണം 39. 39 ചേഞ്ച് ഉണ്ട്. അപ്പൊ 43. 43 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? (2022) ക്വസ്റ്റ്യൻ. 2023 2021 അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഇതൊക്കെ അല്ലേ? ഈ ചോദ്യം ഇത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ലക്കിലി നമ്മുടെ ഫോർമുല എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കണേ. The mean and standard deviation of 20 observations were calculated as 10 and 2.5 respectively. It was found that by mistake one data value was taken as 25 instead of 30. B correct. Wrong ആയിട്ട് എടുത്തത് 25. ഓക്കെ, അപ്പൊ മ്യൂ എത്രയാണ്? മ്യൂ എന്ന് പറയുന്നത് 10 ആണ്. മ്യൂ പറഞ്ഞ 10. സിഗ്മ സ്ക്വയർ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20ന്റെ സ്ക്വയർ 400. അല്ല, 20ന്റെ സ്ക്വയർ അല്ല, 2.5ന്റെ സ്ക്വയർ കേട്ടോ. 2.5ന്റെ സ്ക്വയർ 6.25. ഇനി n എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇനി a എന്ന് പറയുന്നത് 25, b എന്ന് പറയുന്നത് 35. അപ്പൊ ഡെൽറ്റ മ്യൂ എന്ന് പറയുന്ന സാധനം b മൈനസ് a ബൈ n ആണ്. 35 മൈനസ് 25 ഡിവൈഡഡ് ബൈ n 20, വിച്ച് ഇസ് 1/2. ഡെൽറ്റ മ്യൂ കിട്ടി കേട്ടോ, 1/2 അഥവാ 0.5. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്ത വേഗം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ. ചേഞ്ച് ഇൻ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ മ്യൂ ഇൻറ്റു a പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ. അപ്പൊ 0.5 ഇൻറ്റു a പ്ലസ് ബി എത്രയാ? 60 മൈനസ് ഡെൽറ്റ മ്യൂ 0.5 മൈനസ് 2 മ്യൂ. 2 മ്യൂ എന്ന് പറയുന്നത് 20. അപ്പൊ ദിസ് ഇസ് 0.5 ഇൻറ്റു 40 39.5. അപ്പൊ 19.75. 19.75. അപ്പൊ ന്യൂ സിഗ്മ സ്ക്വയർ എന്താ? ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.25 പ്ലസ് 19.75. അപ്പൊ 26. അതുപോലെ ന്യൂ മീൻ എന്താ? ന്യൂ മീൻ എന്ന് പറഞ്ഞാൽ എത്ര ആഡ് ചെയ്യണം? ന്യൂ മീൻ എന്ന് പറഞ്ഞാൽ എത്ര? പഴയത് 10, ചേഞ്ച് എത്രയാ? ചേഞ്ച് 0.5 അല്ലേ? അപ്പൊ 10.5. അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മീൻ കോമ വേരിയൻസ് ആണ്. അപ്പൊ 10.5ഉം 26. 10.5ഉം 26. ഓക്കെ, 10.5ഉം 26 ആണ് ആൻസേഴ്സ്. 10.5ഉം 26. ക്ലിയർ അല്ലേ? 10.5ഉം 26. 10.5ഉം 26. ഓക്കെ അല്ലേ? ഇനി 2023 ക്വസ്റ്റ്യൻ. 2023 വന്നിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ ഒന്ന് ഒറ്റയ്ക്ക് വേഗം ചെയ്തേ. Mean and standard deviation of 10 observations are 20 and 8 respectively. Later on, it was observed that one observation was recorded as 50 instead of 40. Correct എന്ന് പറയുന്നത് 40 ആ. Correct B. A by B ആണ് കേട്ടോ. റീപ്ലേസിങ് A by B ആണ് നമ്മുടെ പ്രോസസ്സ്. മീന് മ്യൂ, സോറി ഇത് n ആണ്. മീന് മ്യൂ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ 8. അപ്പം n is equal to 10 ആണ്. മ്യൂ is equal to 20 ആണ്. സിഗ്മ സ്ക്വയർ is equal to 8 സ്ക്വയർ is equal to 64 ആണ്. കറക്റ്റ് സിഗ്മ സ്ക്വയർ എഴുതണം കേട്ടോ. സ്ക്വയർ എഴുതാതെ വിട്ടുപോകരുത്, തെറ്റിപ്പോവും. A തന്നിരിക്കുന്നത് 50 ആണ്. B is equal to 40 തന്നിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ മ്യൂ എന്ന് പറഞ്ഞ സാധനം B മൈനസ് A ബൈ n ആണ്. സോ 40 മൈനസ് 50 ഡിവൈഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ മൈനസ് 10 ബൈ 10 മൈനസ് 1 ആണ് ഡെൽറ്റ മ്യൂ. ഡെൽറ്റ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ഡെൽറ്റ മ്യൂ ഇൻറ്റു A പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ മൈനസ് 2 മ്യൂ.
സോ ഡെൽറ്റ മ്യൂ എന്ന് പറഞ്ഞ സാധനം -1 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 90 മൈനസ് ഡെൽറ്റ മ്യൂ -1 മൈനസ് 2 മ്യൂ എന്ന് പറയുന്നത് -40 51 -51 എന്ന് വരും -51. അപ്പൊ ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ സിഗ്മ സ്ക്വയർ 64 പ്ലസ് ചേഞ്ച് -51 അപ്പൊ 13 എന്ന് വരും. 13 കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? പൊളിച്ചു. 2023 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? പറഞ്ഞോ, കൂടി ചെയ്യാം. ഇത് ഇപ്പൊ തന്നെ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഓരോ ടോപ്പിക്കിലെയും കുറെ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. Mean and variance of marks obtained by the students in a test are 10 and 4 respectively. Later the marks of one of the students is increased from 8 to 12. The new mean of the marks is 10.2. Then the new variance is. അപ്പൊ ഇൻക്രീസ് ഫ്രം 8 to 12 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പഴയത് 8 തെറ്റായിരുന്നു, ബി 12 കറക്റ്റ്. ഇത് എ. മീന് മ്യൂ, വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ ആണത്. ന്യൂ മീൻ തന്നിട്ടുണ്ട്. ന്യൂ മീൻ എന്ന് പറയുന്നത് മ്യൂ പ്ലസ് ഡെൽറ്റ മ്യൂ. ഓക്കെ, അപ്പൊ ഡെൽറ്റ മ്യൂ എത്രയെന്ന് കിട്ടി? നമുക്ക് ഡെൽറ്റ മ്യൂ എന്ന് പറയുന്നത് 0.2. അപ്പൊ 0.2 ആണ് ബി മൈനസ് എ ബൈ എൻ. എന്ന് തന്നിട്ടില്ല, എന്നെ കണ്ടുപിടിക്കാതിന്ന്. എന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, നമുക്ക് ഡെൽറ്റ മ്യൂ മതിയല്ലോ. അപ്പൊ ഡെൽറ്റ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ മ്യൂ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ മ്യൂ -2 മ്യൂ. അപ്പൊ 0.2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ സാധനം എന്താ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 20 മൈനസ് 0.2 മൈനസ് 2 മ്യൂ 20. അപ്പൊ ഇത് -0.04. അപ്പൊ ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് സിഗ്മ സ്ക്വയർ 4 പ്ലസ് -0.04 എന്ന് പറയുമ്പോൾ 3.96 ആണ് ആൻസർ. എടാ, ഈ ഷോർട്ട് കട്ട് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എവിടെയും കിട്ടില്ല. വേറെ ഏതെങ്കിലും ബുക്കുകളിലോ വെബ്സൈറ്റുകളിലോ ഒന്നും കിട്ടില്ല. ഓക്കെ, ഇതിപ്പോ തന്നെ പഠിക്കുക കേട്ടോ. ഗോട്ട് ഇറ്റ്? ഈ ഷോർട്ട് കട്ട് ഇവിടെ തന്നെ കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. ക്ലിയർ അല്ലേ? ഒരു വൺ ലാസ്റ്റ് ടൈപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, വൺ ലാസ്റ്റ് ടൈപ്പ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് ദ കമ്പൈൻഡ് ഡേറ്റ സെറ്റ്. അതെ, ഞാൻ കണ്ടുപിടിച്ചതാണ്, ഞാൻ ഡിറൈവ് ചെയ്തെടുത്തത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ഞാനത് ഡിറൈവ് ചെയ്തതാണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ നമ്മുടെ സൈലം സ്റ്റുഡൻസിന് ഓൾറെഡി നിങ്ങളുടെ സ്ലൈഡുകളിലും DPP-യിലൊക്കെ തന്നിട്ടുണ്ടാവും. അത് ഞാൻ തന്നെയാണ് ആ DPP നിങ്ങൾക്ക് തന്നത്. ആ സ്ലൈഡ് ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ്. വേരിയൻസ് ഓഫ് ദ കമ്പൈൻഡ് ഡേറ്റ സെറ്റ്. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് കേട്ടോ. ഷോർട്ട് കട്ട് ആയിട്ട് എല്ലാവരും പഠിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്താ വേരിയൻസ് ഓഫ് കമ്പൈൻഡ് ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ 2 ഡേറ്റ സെറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോയ്സും ഗേൾസും ഉണ്ട്. എന്നിട്ട് അതിന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീൻ എന്ത് സംഭവിക്കുന്നു, വേരിയൻസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഓക്കെ, അതില് എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ടാവും. പിന്നെ എക്സ് ബാർ എത്രയാന്ന് തന്നിട്ടുണ്ടാവും. അതുപോലെ സിഗ്മ സ്ക്വയർ. ഇത് N1ഉം ഇത് N2 ആണെന്ന് വിചാരിച്ചോ. ഇത് x1 ബാറും ഇത് x2 ബാറും ആണെന്ന് വിചാരിച്ചോ. ഇത് സിഗ്മ 1 സ്ക്വയർ, ഇത് സിഗ്മ 2 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. കമ്പൈൻഡ് ഗ്രൂപ്പിനെ കമ്പൈൻഡ് ചെയ്താൽ ഇവിടെ N1 പ്ലസ് N2 വന്നിട്ടുണ്ടാവും. ഇവിടെ എക്സ് ബാർ വന്നിട്ടുണ്ടാവും. ഇവിടെ സിഗ്മ സ്ക്വയർ വന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ആ നൊട്ടേഷൻസ് ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്പർ, മീന്, വേരിയൻസ്. ഓക്കെ,
എടാ ഇതും കൂടി ചെയ്താൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻ ചെയ്യാം. അതാണ് എൻ്റെ പ്ലാന്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ടൈപ്പുകൾ അത് തൊറായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല, പക്ഷെ മെച്ചോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ആണ്. ഈ ലോജിക്ക് നന്നായിട്ട് പഠിച്ചു പോവുക. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള PYQs മുഴുവൻ എടുത്തിരുന്ന് ചെയ്യാം കേട്ടോ. PYQന്റെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെറപറ ചെയ്യാം കേട്ടോ. റൈറ്റ്. അപ്പൊ കമ്പൈൻഡ് മീൻ എന്താണ്? എക്സ് ബാറിന്റെ എക്സ്പ്രഷൻ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. ഇതിന്റെ ഡെറിവേഷനിലേക്കൊന്നും പോകാൻ സാധിക്കില്ല ഇപ്പോൾ. അതുപോലെ കമ്പൈൻഡ് ഡേറ്റ സെറ്റിന്റെ വേരിയൻസ് ഇത് പഠിക്കണം കേട്ടോ. ഇത് കോംപ്ലിക്കേറ്റഡ് ഫോർമുല ഒന്നല്ല, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്ന സംഭവമേ ഉള്ളൂ. അപ്പൊ ഇത് വലിയ എന്തോ ഒരു ഫോർമുലയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, പരീക്ഷയുടെ തലേദിവസം പഠിക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് ഇരിക്കേണ്ട. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പൊ നാച്ചുറലി നിങ്ങൾ വിചാരിക്കുന്നത് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 എന്ന് വിചാരിക്കും. തെറ്റി. അതിന്റെ കൂടെ ഒരു ടേം കൂടി ഉണ്ട്. ആ ടേം n1 n2 divided by n1 plus n2 into x1 bar minus x2 bar the whole square ആണ്. ഓക്കെ, ഈ റിസൾട്ട് പഠിച്ചു വയ്ക്കുക. വൃത്തിയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, ഈ സാധനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് വേരിയൻസ് ഇതാ 2 ഫോർമുല ഉണ്ട്. ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഉപയോഗിക്കാൻ എളുപ്പം കേട്ടോ. അപ്പൊ ഇത് പഠിക്കുക. എന്താണ് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. അതുപോലെ n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു ടേമും കൂടി ഉണ്ട്. ആ ടേം എന്താണ്? n1 n2 ബൈ n1 പ്ലസ് n2 ഇൻറ്റു x1 ബാർ മൈനസ് x2 ബാർ ദി ഹോൾ സ്ക്വയർ. ഇത് x1 ഈക്വൽ ടു x2 ആകുമ്പോൾ ഈ ടേം 0 ആയി പോയിട്ടുണ്ടാവും കേട്ടോ. രണ്ടും സെയിം ആവറേജ് ഉള്ള ഗ്രൂപ്പുകളാണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല. രണ്ടും സെയിം ആവറേജ് ആണ്, 2 ഗ്രൂപ്പുകൾക്കും സെയിം ആവറേജ് ആണെങ്കിൽ ഈ ടേം പോയിട്ടുണ്ടാവും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. An online exam is attempted by 50 candidates, out of which 20 are boys. The average marks obtained by boys is 12 with a variance 2. The variance of marks obtained by 30 girls is also 2. The average marks of all 50 candidates is 15. Mu is the average marks of girls. Sigma square is the average marks of 50 candidates, then mu plus sigma square is equal to. ഇതെന്താ ചെയ്യുക? ടേബിൾ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ ബോയ്സ് എഴുതി ടേബിൾ ഉണ്ടാക്കുകയാണ് വേണ്ട കേട്ടോ. ബോയ്സ് നമ്പർ 20, പിന്നെന്താണ് വേരിയൻസ്, നമ്പർ 20, മീന് 12, വേരിയൻസ് 2. ഓക്കെ, ഇത് നമ്പർ മീന് വേരിയൻസ്, നമ്പർ മീൻ വേരിയൻസ് അങ്ങനെ എഴുതി വയ്ക്കാം. ഗേൾസോ, ഗേൾസ് എത്ര ഉണ്ട്? 30 ഗേൾസ്, ടോട്ടൽ 50 പേര്. ആവറേജ് മാർക്ക് ഓഫ് ഓൾ കാൻഡിഡേറ്റ്സ് 15. ഗേൾസിന്റെ ആവറേജ് മ്യൂവും സിഗ്മ സ്ക്വയർ ഇസ് എ വേരിയൻസ് ഓഫ്, ഇവിടെ സിഗ്മ സ്ക്വയർ, ഗേൾസിന്റെ വേരിയൻസ് 2. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ഡേറ്റ ഫില്ല് ചെയ്യാം. അതിൽ 2 മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ട്, മ്യൂവും സിഗ്മ സ്ക്വയറും മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ടോട്ടലിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാ. ടോട്ടൽ എക്സ്പ്രഷൻ എങ്ങനെ പറഞ്ഞേ. ടോട്ടൽ മീൻ എങ്ങനെ വരാൻ പോണ? 15 is equal to 20 into 12 പ്ലസ് 30 into മ്യൂ ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30. ശരിയല്ലേ? 20 into 12 പ്ലസ് 30 into മ്യൂ ഡിവൈഡ് ബൈ 20 പ്ലസ് 30. അപ്പൊ അത് അങ്ങോട്ട് കൊണ്ടുപോവാ. 50 into 15. അപ്പോൾ ദിസ് ഇസ് 50 into 15, 750. 750 is equal to 20 into 12, 240 പ്ലസ് 30 മ്യൂ. അപ്പൊ മ്യൂ is equal to എത്ര കിട്ടണേ? 17 കിട്ടി. മ്യൂ is equal to 17 കിട്ടിയോ എല്ലാവർക്കും? മ്യൂ is equal to 17 കിട്ടി. മ്യൂ is equal to 17 കിട്ടി കേട്ടോ. അപ്പൊ നമുക്കിത് എന്ത് കിട്ടി? ദിസ് നമ്പർ കംസ് ഔട്ട് ടു ബി 17 എന്ന് കിട്ടി.
യെസ്. ഇനി എന്താ ചെയ്യേണ്ടത് നമ്മള്? ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല് വേരിയൻസ്. അപ്പൊ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? N1 സിഗ്മ 1 സ്ക്വയർ. അപ്പൊ 20 × 2 പ്ലസ് N2 30 × 2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 50 പ്ലസ് N1 × N2 N1 N2 ബൈ N1 പ്ലസ് N2 ദി ഹോൾ സ്ക്വയർ. നമ്മുടെ ഫോർമുല ശ്രദ്ധിക്കണം. N1 N2 ബൈ N1 പ്ലസ് N2. സോറി, ഇവിടെ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്. N1 N2 ബൈ N1 പ്ലസ് N2 ഹോൾ സ്ക്വയർ. N1 N2 ബൈ N1 പ്ലസ് N2 ദി ഹോൾ സ്ക്വയർ. സാർ കാലിക്കറ്റ് ക്യാമ്പസിലാണോ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്? എടാ ഞാൻ ബേസിക്കലി അഡ്വാൻസ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസിന്റെ ക്ലാസ്സുകളാണ് ഞാൻ സാധാരണ എടുക്കുക കേട്ടോ. ഇപ്പൊ പല ക്ലാസ്സുകളിലും പല ചാപ്റ്റേഴ്സ്, ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ബാച്ചിന് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇവിടെ. അഡ്വാൻസ് ബാച്ചുകൾ, അതായത് JEE കഴിഞ്ഞാൽ അഡ്വാൻസ് ക്ലാസ്സുകൾ എടുക്കും. ഇവിടെ നേരത്തെ ഞാൻ എഴുതിയപ്പോഴേ തെറ്റിപ്പോയിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. N1 ബൈ N2 ബൈ N1 പ്ലസ് N2 ഹോൾ സ്ക്വയർ ആണേ. അത് ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയത് കേട്ടോ. അല്ലെങ്കിൽ ഡയമെൻഷൻ മാച്ച് ആവില്ല, അത് നോക്കിക്കോ. റൈറ്റ്. അപ്പൊ 20 × 2 പ്ലസ് 30 × 2 ബൈ 50 പ്ലസ് ഇനി എന്താ വരാൻ പോണത് നമ്മള് നോക്കടാ, N1 N2 ബൈ N1 പ്ലസ് N2 ദി ഹോൾ സ്ക്വയർ. അപ്പൊ 20 × 30 ഡിവൈഡഡ് ബൈ 50 × 50 ഇൻറ്റു x1 ബാർ മൈനസ് x2 ബാർ ദി ഹോൾ സ്ക്വയർ. അപ്പൊ 17 മൈനസ് 15 ദ ഹോൾ സ്ക്വയർ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40 പ്ലസ് 60 100/50 2 പ്ലസ് 2/5 ഇൻറ്റു 3/5 ഇൻറ്റു 4. സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. പതിനേഴ് മൈനസ് 12 കേട്ടോ, സോറി 12 സ്ക്വയർ. അപ്പൊ 5 സ്ക്വയർ ആണ് വരെ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് 2 പ്ലസ് 6 8 എന്ന് വരും. 8 17 പ്ലസ് 8 17 പ്ലസ് 8 ആണ് ആൻസർ വരാൻ പോണത് കേട്ടോ. കാരണം മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോണത് 17 പ്ലസ് 8 25 എന്ന് വരും. 25 നോക്കിയത് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. ഒരെണ്ണം കൂടി ചെയ്യാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. The first of the two samples in a group has 100 items with mean 15 and standard deviation 3. അപ്പൊ നോക്കിക്കേ, രണ്ട് ഗ്രൂപ്പ് എഴുതാൻ പോണ്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഇതേപോലെ ടേബിൾ ഉണ്ടാക്കാം കേട്ടോ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ ടോട്ടൽ ഹാസ് 100 ഐറ്റംസ്. ഇതിൽ 250 ഐറ്റംസ്. ഇവിടെ മീന് 15, ഇവിടെ മീന് 15.6. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3 ആണ്, വേരിയൻസ് 9, ഇവിടെ 13.44. ഓക്കെ. ഓ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ തെറ്റി കേട്ടോ. ഇവിടെ 150 ആണ്, ഇവിടെ 250 ആണ്, ഇവിടെ 15.6 ആണ്. ഇത് നമുക്കറിയില്ല, ഈ മ്യൂ അറിയില്ല. അതുപോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? ഇത് 13.44 ആണ്. ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 സ്ക്വയർ = 9. ഇവിടെ സിഗ്മ സ്ക്വയർ. ഈ ഡേറ്റ ഫിൽ ചെയ്യാം. ഇത് നോക്കാം. 3 സ്ക്വയർ = 9, സിഗ്മ സ്ക്വയർ 13.44. ഓക്കെ. അപ്പൊ 100 150 100ഉം 150 കൂടി 250, 15ഉം മ്യൂവും കൂടി 15ഉം മ്യൂവും കമ്പൈൻഡ് 15.6, 9 സിഗ്മ സ്ക്വയർ 13.44. ഓക്കെ അല്ലേ? ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. ആദ്യം എന്താണ്? 15.6 is equal to 100 into 15 plus 150 into mu divided by n1 plus n2 250. അത് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ എന്താണെന്ന് കിട്ടും?
250 into 15.6, 3900 is equal to 1500 plus 150 mu. Appa mu is equal to 16 nu kittum. Mu is equal to 16. So this is equal to 16. In next step enda combined variance ezhudha. Combined variance 13.44 aanu endu kittan ponathu 100 into 9 plus 150 into sigma square divided by 250 plus 100 into രണ്ടാമത്തെ ടേം മറക്കരുത് കേട്ടോ. 100 into 150 divided by 250 into 250 into x1 bar minus x2 bar the whole square. അപ്പോൾ 1 square എന്ന് വരും. അപ്പോൾ 13.144 അല്ല 13.44. 13.44 is equal to 900 plus 150 sigma square divided by 250 plus അടുത്ത ടേം 100 into 150 divided by 250 into 250 കേട്ടോ. അപ്പോൾ 10/25 into 15/25. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/5 into 3/5. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഞാൻ കാൽക്കുലേറ്റർ ചെയ്യണത് 13.44 ഉണ്ട് 2/5 into 0.6 0.24. അപ്പോൾ 13.2 ആണ്. 900 plus 150 sigma square divided by 250. അപ്പോൾ 13.2 into 250 ചെയ്യുക. 3300 is equal to 900 plus 150 sigma square ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നിന്ന് കിട്ടും ഇതിന് 16 കിട്ടും. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്കൻഡ് സാമ്പിൾ. അപ്പോൾ സിഗ്മ 4 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 4 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരു 2023 ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. One last question and then we'll wind up. One last question and then we'll wind up. Okay. The mean and variance of 15 numbers are 12 and 14 respectively. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എഴുതുക. 15 നമ്പേഴ്സ്, മീന് 15, വേരിയൻസ് 14. Mean and variance of another set of 15 numbers are 14 and sigma square. Variance of the 30 numbers is 13. Okay. അപ്പോൾ കമ്പൈൻഡ് ഡേറ്റ സെറ്റിന്റെ വേരിയൻസ് 13 വന്നിട്ടുണ്ട്. ദെൻ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. അപ്പം നേരെ ഫോർമുല ഉപയോഗിക്കാം. 13 ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 14 പ്ലസ് 15 ഇൻറ്റു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ 30 പ്ലസ് പിന്നെന്താ ചെയ്യേണ്ടത് n1 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ദി ഹോൾ സ്ക്വയർ. n1 n2 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 30 ഇൻറ്റു ഡിഫറൻസ് ഇൻ മീനിൻ്റെ സ്ക്വയർ 15 മൈനസ് 14 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 13 ഇസ് ഈക്വൽ ടു 14 പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് 1/4 ഇൻറ്റു 1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് 13 മൈനസ് 0.25 ഇൻറ്റു 2 15 ഇൻറ്റു 14 പ്ലസ് 15 ഇൻറ്റു സിഗ്മ സ്ക്വയർ 15 ഇൻറ്റു 15 30. ഓക്കെ, മീൻ ആൻഡ് വേരിയൻസ് ഇവിടെ മീൻ എഴുതി തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 15 നമ്പേഴ്സ് എന്താ 12ഉം 14ഉം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 12 ആണ്. അപ്പോൾ ഇവിടെ 12 മൈനസ് 14 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 4 വരുന്നത്. അപ്പോൾ ഇത്രയും കൂടി എളുപ്പമായി കാൽക്കുലേഷൻ. അപ്പോൾ 12 ഇൻറ്റു 2 മൈനസ് 14
അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസിക്കൽ 10 എന്ന് കിട്ടും. സിഗ്മ സ്ക്വയർ യെസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി തെറ്റിപ്പോവും, പക്ഷെ പരീക്ഷയുടെ സമയത്ത് അത് കെയർഫുള്ളായിട്ട് ചെയ്യണം. അതാണ് ഒരു സംഭവം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരാവുന്ന എല്ലാ മേജർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂറോളമായി. അപ്പം നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക എന്നറിയേ. അതിന് ശേഷം ഇത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യണം. കാരണം ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാട്ടോ. ഫീഡ്ബാക്ക് പറയണം കമൻറ്റിൽ, എന്നാലേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, സോ ഡു ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ്സ് ലൈവ് കഴിഞ്ഞതിന് ശേഷം. സി യു, ബൈ ബൈ.